ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലോ കരിങ്കാളിക്കുന്നിൻ്റെ മുകളിലോ കയറി ഞാൻ വിളിച്ചു കൂവണോ ഐ ലവ് യു ഇന്ദിര എന്ന്. ആകെ ഐ ലവ് യു ഇന്ദിര മാത്രം എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഹിന്ദിയിലാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാം. ഹിന്ദിയിലായിരുന്നു ഞാൻ വിളിച്ചത്. എന്നുവെച്ചാൽ എൻ്റെ അമ്മയച്ഛനൊന്നും ഗോപുരമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല, അമ്പലം എന്ന് പറഞ്ഞു കേട്ടുണ്ട്. അമ്മയച്ഛനും പറഞ്ഞ മലയാളം മാത്രമേ വീട്ടിലെങ്കിലും സംസാരിക്കാം. സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉടനെ ഹരിഹരൻ സാറും ഷാജി സാറും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഒരു ഉഗ്രൻ ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ പറയും ഇവന് ബാക്ക് ബോൺ ഇല്ല അല്ലെങ്കിൽ നട്ടലില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരി, ഇല്ല, അത് സമ്മതിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? എനിക്ക് വേണ്ട റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നല്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയി, അമ്മയ്ക്കും അച്ഛനും. എന്ത് ചെയ്യാനാണ്? എൻ്റെ വൈഫിനോട് പറയുന്നുണ്ട്, സജു ബാക്ക് ബോൺ ഇല്ലേ സജുവിന്, പറയണ്ടേ അപ്പം തന്നെ എന്ന്. ഞാൻ പറയില്ല, എന്നുവെച്ചാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ആ ഒരു ഫോൺ കോൾ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ 10 സിനിമകളിൽ അഭിനയിച്ചു, 9 നാഷണൽ ആർട്സിൽ അഭിനയിച്ചു. എനിക്ക് ബ്രേക്ക് കിട്ടിയതും പുള്ളിയുടെ പടത്തിലാണ്. അന്ന് ഞാൻ ചാൻസ് ചോദിക്കാൻ മടി കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ബ്രേക്കും കിട്ടില്ല, ഇത്തരം പടങ്ങളിൽ അഭിനയിക്കാനും പറ്റില്ല. ഭയങ്കര ടെൻഷനിലായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച്. അങ്ങനത്തെ സമയത്ത് സെൽഫി എടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് ഞാൻ നിന്ന് കൊടുക്കും, പക്ഷെ എൻ്റെ മുഖത്ത് ചിരി കാണില്ല. അപ്പോൾ ചിലവർ പറയും ഒന്ന് ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. നമ്മളെന്താ പറയുക, നമ്മൾ എന്ത് ടെൻഷനിലൂടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അവരുടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേ ആർട്ടിഫിഷ്യൽ ചിരി ഉണ്ടാക്കി നമ്മൾ ചെയ്യണം, ബാക്കിയുള്ളവരുടെ അറിയില്ല. പക്ഷേ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് ആരാധകർ അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞ ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഷാജി എൻ കരുൺ സാർ, ഇത് മറ്റേ കഥകളി പടം എടുത്ത ആളല്ലേ? എൻ്റെ പൊന്നുമോനെ, ആ പടത്തിൻ്റെ പേര് വാനപ്രസ്ഥം എന്നാണ്. നീ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട, നീ അവിടെ ചെല്ലുക, പുള്ളിയെ മുഖം കാണിക്കുക, അവിടെ നിന്ന് വരിക. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീലുണ്ട്, പൊളി. Some actors enter cinema with a plan. Some actors enter cinema by destiny. Today's guest never came from a film background, never grew up inside cinema circles, and never imagined that one day he would become one of Malayalam cinema's most loved performer. An engineering graduate, a corporate professional working at Airtel, a man who accidentally walked into an audition and slowly transformed himself into one of the industry's most dependable actors. From Mayugam to unforgettable performances in films like 1983, Aadu, Driving License, Android Kunyappan, Bharatanatyam, and many more, his journey was never loud, but it was honest, consistent, and deeply inspiring. Ladies and gentlemen, welcome to Shine with Nalan, and welcoming today's guest, actor and producer, Mr. Saiju Kurupu. Welcome to Shine with Nalan. താങ്ക് യു നാരായണ, താങ്ക് യു. ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞത്. നമ്മൾ ആടിൽ വെച്ചാൽ പരിചയപ്പെടുന്നത്, നേരിട്ട് പരിചയപ്പെടുന്നത്. കറക്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമാണ് താങ്കൾ. താങ്കളെ പണ്ട് കാലം തൊട്ടേ ഫോളോ ചെയ്യാറുണ്ട്. താങ്കളുടെ പല സിനിമകളും ഞാനിരുന്ന് വീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ജേണി ബേസ് ചെയ്തിട്ട് ഒരു മലയാളി ആയിട്ടും പുറത്താണ് പഠിച്ച് നമ്മളൊക്കെ അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് കുട്ടിക്കാലമൊക്കെ? എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? ജനിച്ചത് ചേർത്തലയിൽ. 1 വയസ്സായപ്പോഴത്തേക്കും നാഗ്പൂരിൽ കാംഠി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അച്ഛൻ അവിടെയായിരുന്നു പോസ്റ്റഡ്. അത് ആർമി ക്യാൻറ്റ് ഏരിയ ആണ്. അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആദ്യമായിട്ട് നാഗ്പൂരിൽ പോകുന്നു, ഓർമ്മകളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നു. 1 മാസം. അച്ഛൻ എൻ ഗോവിന്ദക്കുറുപ്പ്, അമ്മ ശോഭന. എത്ര സിബ്ലിങ്സ് ഒക്കെ? ഒരു ചേച്ചി. എല്ലാവരും നാഗ്പൂരിലായിരുന്നു? നാഗ്പൂരിൽ. ഞങ്ങൾ 4 പേരും അവിടെ പഠിച്ചത്? അതെ അതെ, പഠിച്ചത്. സ്കൂളിൽ പഠിച്ചതൊക്കെ? അവിടെ 1ാം ക്ലാസ് തൊട്ട് സെൻറ്റ് ജോസഫ്സ് കോൺവെന്റിലാണ്. ഹിന്ദി ആയിരുന്നു അവിടുത്തെ? ഹിന്ദി ആയിരുന്നു. ഫസ്റ്റ് ഇയർ ചെന്നപ്പം, അല്ല ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്തപ്പം ഞാൻ 1 വയസ്സുള്ളത് പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ 3.5 വയസ്സ് വരെ ഇവിടെയായിരുന്നു. അപ്പോൾ ആശാങ്കളരിയിൽ പോയിട്ട് ഒരു ആശാട്ടി അമ്മ ഉണ്ടായിരുന്നു. നമ്മുടെ കടക്കരപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്, ചേർത്തലയിൽ. അപ്പം ആശാട്ടി അമ്മ മറ്റേ മണ്ണിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കും. അപ്പോൾ അന്ന് മലയാളമൊക്കെ നല്ലോണം എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു. അതിനുശേഷം പിന്നെ 4 വയസ്സായപ്പം നേരെ നാഗ്പൂരിലേക്ക് പോയി, കാംഠിയിലേക്ക് പോയി. നാഗ്പൂരിൽ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെയാണ് കാംഠി, നാഗ്പൂർ ഡിസ്ട്രിക്റ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഒരു വിചിത്രമായ ലോകമാണ്. എന്ന് വെച്ചാൽ ഏതോ ലാംഗ്വേജ് സംസാരിക്കുന്നത് പിള്ളേരും എല്ലാവരും ഏതോ ലാംഗ്വേജ് സംസാരിക്കുന്നു. അപ്പോൾ ഇവർ ഹിന്ദി സംസാരിക്കണം, നമുക്കൊരു ഭയങ്കര ഏലിയൻ ലാംഗ്വേജാണ്.
ഇത് ഞാൻ അമ്മയോട് ചെന്ന് വെച്ചാൽ അമ്മ ഇവർ മലയാളമല്ല സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞത് ഹിന്ദിയാണ്, അത് നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. എൻ്റെ മാർച്ചിലാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പം 5 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എന്നെ നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു. KG ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ എക്സാമൊന്നും കൊടുത്ത് ഉള്ള പരിചയമില്ല. അങ്ങനെ അച്ഛൻ എന്താണ് നല്ലപോലെ എന്നെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. അച്ഛൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഞാൻ ആൻസർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ തറോയാണ്. അപ്പോൾ അന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരില്ലല്ല, ബ്ലാക്ക് ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതലാണ്, അത് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ പോയി എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫെയിലാണ് ഞാൻ എല്ലാ സബ്ജക്റ്റിനും. അച്ഛൻ റിപ്പോർട്ട് കാർഡ് കണ്ടിട്ട് ഞെട്ടിപ്പോയി, ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ എല്ലാത്തിലും മറ്റേ A ആണല്ലോ ഏറ്റവും ഹൈ, ABCD, D ആണ് ഫെയില്. ചുമന്ന ബോൾ പെൻ കൊണ്ട് D മാർക്ക് ചെയ്യുന്നത്. പണ്ട് ചുവന്ന അക്ഷരം കാണുമ്പോഴേ നമുക്ക് ഭയമാണ്. അച്ഛന് മനസ്സിലാവുന്നില്ല. അച്ഛൻ പറഞ്ഞു, നീ ഇത്ര നല്ലപോലെ പഠിച്ചിട്ട് പോയിട്ട് എന്താ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ അച്ഛൻ സ്കൂളിൽ വന്നത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻസർ ഷീറ്റ് കാണിച്ചു എൻ്റെ. എനിക്കറിയില്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ബ്ലാക്ക് ബോർഡിൽ എഴുതിയാൽ അതിന് ആൻസറാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ തന്നെ എല്ലാം എഴുതി വെച്ചു. എന്നുവെച്ചാൽ അതുവരെയും ടീച്ചേഴ്സ് ബ്ലാക്ക് ബോർഡിൽ എന്ത് എഴുതുന്നു അതാണ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളത്. ഞാനടുത്ത് ഇതും അത് തന്നെയാണെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അച്ഛൻ അബദ്ധം മനസ്സിലായത്. അതായത് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല ബ്ലാക്ക് ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ നീ ഉത്തരം പറയുന്ന പോലെ അവിടെ എഴുതി വെക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ഏക ഫെയിലായ എക്സാം. അതിനുശേഷം പിന്നെ ഹിന്ദി ഒട്ടും അറിയാത്ത ഞാൻ ഹിന്ദിയിലെ പണ്ഡിതനായെന്ന് പറയാം. അതായത് അവിടെയുള്ള ആൾക്കാരെക്കാളും നല്ലപോലെ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി. ഹിന്ദിയിൽ ഞാൻ ടോപ്പ് സ്കോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഹിന്ദി അറിയാത്തത് കൊണ്ട് പിന്നെ ഹിന്ദി പഠിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് മലയാളം പോലെ ആയിരിക്കുമല്ലോ നമ്മൾ ഹിന്ദി പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കളിയാക്കലും പരിപാടികളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തേർഡൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഹിന്ദി വളരെ കറക്റ്റായിട്ട് എന്താണ് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല നല്ല ഫ്ലുവൻ്റ് ആയി ഞാൻ. അപ്പോൾ അങ്ങനെ 6th വരെ അവിടെ പഠിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി 10ാം ക്ലാസ്സായി. ഞാൻ 6th കഴിഞ്ഞപ്പോഴത്തേക്കും 7th ആയപ്പോൾ ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്താണ് അച്ഛന് നാഗ്പൂരിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോൾ നാച്ചുറലി ഞങ്ങളും ഇവിടുന്ന് TC എടുത്തിട്ട് അച്ഛൻ്റെ കൂടെ അവിടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ. അപ്പോൾ അതുവരെ ഞാൻ കോ എഡ്യൂക്കേഷനിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എങ്ങും. സീറ്റ്സും വേണമല്ലോ. പെട്ടെന്ന് നടുക്ക് വെച്ച് ഇപ്പം 1ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണുമായിരിക്കും. ഇപ്പോൾ 7th ആണ്. 7th സീറ്റ്സ് ഇല്ല. അപ്പോൾ പല സ്കൂളുകളിലും അന്വേഷിക്കുന്നു. അതിനിടയ്ക്ക് സെൻട്രൽ സ്കൂളിൽ കാംഠിയിൽ തന്നെ എന്നാൽ പിന്നെ തുടരാന്നുള്ളത്. അതായത് ഇവിടെ സെൻട്രൽ സ്കൂളിൽ പഠിച്ചിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും പിന്നെ നാഗ്പൂരിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ മേടിക്കാം, അങ്ങനെ നടക്കും. അപ്പോൾ അന്ന് ഈ സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ വേണമെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ഒന്നും നമുക്ക് ശീലമില്ല. പിന്നെ നമ്മൾ സ്റ്റേറ്റ് ബോർഡിലാണ് പഠിച്ചത്. സെൻട്രൽ ബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയറാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പാസ്സായില്ല എൻട്രൻസ് കൊടുത്തിട്ട്. അപ്പോൾ അത് വീണ്ടും ഒരു വിഷയമായി. അങ്ങനെ ലാസ്റ്റ് അച്ഛൻ എങ്ങനെയോ ഒരു സ്കൂൾ കണ്ടുപിടിച്ചു. വലിയ സ്കൂളാണ്, SFS സ്കൂള്, സെൻറ്റ് ഫ്രാൻസിസ് ഡിസൈൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് സ്കൂളാണ്. പക്ഷേ അപ്പോൾ ഒരു വർഷം ഞാൻ മറാഠി പഠിക്കണം ഇനിയിപ്പം 7th. 8th ആണെങ്കിൽ മാറ്റാം. അങ്ങനെ അതൊന്നും വിഷയമല്ല. നമുക്ക് വിഷയമാണോ ഇല്ലെന്നുള്ളത് അച്ഛൻ തിരക്കുന്നില്ലല്ലോ. എനിക്ക് ബോയ്സ് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ. അങ്ങനെ ബോയ്സ് സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ മേടിച്ചു. അങ്ങനെ അവിടെ തുടങ്ങി. അപ്പോൾ എനിക്ക് മൊത്തം വീണ്ടും പുതുമയാണ്. ഇനിയിപ്പോൾ ഞാൻ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ 6ാം ക്ലാസ് വരെ ഞാനൊരു കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നവെന്നൊക്കെ ഉള്ളൊരു പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദിയൊക്കെ നമ്മൾ തറോ. ഇതിപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ ഇനിയിപ്പം തുടങ്ങണം. അങ്ങനെ മറാഠി പഠിക്കാൻ തുടങ്ങി. മറാഠിയിൽ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ ഞാൻ ഫെയിലാവുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെയോ പാസ്സായി. പക്ഷേ ബോയ്സ് സ്കൂളായിട്ട് എനിക്ക് അങ്ങ് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്നാമത് ഈ കോ എഡ്യൂക്കേഷനിലായിരുന്ന കാരണം കുറച്ചുകൂടെ മര്യാദ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് തമ്മിലൊക്കെ. ബോയ്സ് സ്കൂളാകുമ്പോൾ പിന്നെ ആ മര്യാദകളൊന്നും ഇല്ലല്ലോ. ഇവർ സംസാരിക്കുന്ന രീതിയും തെറി യൂസ് ചെയ്തേ സംസാരിക്കുകയുള്ളൂ. അത് ടീച്ചേഴ്സിന് മുമ്പിലല്ല, നമ്മൾ തമ്മിൽ. അപ്പോൾ നമുക്ക് ഈ തെറി യൂസ് ചെയ്തൊന്നും ശീലമില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് ഹേർട്ട് ചെയ്യാം. ഈഗോ ഹേർട്ടിങ് മാത്രമല്ല, നമുക്കത് ഭയങ്കര എന്നുള്ളൊരു ഒരു വല്ലായ്മയാണ് തെറി കേൾക്കുമ്പോൾ. നമ്മൾ വിളിക്കുന്നത് മാത്രമല്ല, അവർ സംസാരിക്കുന്നത് അങ്ങനെയാണ് വിളിച്ചിട്ട്. ഒരു വൃത്തിയുടെ കുട്ടികൾ. അതെ അതെ, ആ ലൈനാണ്. ഞാൻ ഗുഡ് ബോയും ഇവരൊക്കെ ബാഡ് ബോയ്സ് എന്നുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അത്യാവശ്യം പിന്നെ പറഞ്ഞു തുടങ്ങി. പറഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല. സുഖം. അതെ അതെ, സുഖമല്ല, ഇവരായിട്ട് പിടിച്ചിരിക്കട്ടെ. അങ്ങനെയാണ് ഞാനും പറഞ്ഞു തുടങ്ങി. അങ്ങനെ പിന്നെ 8th തൊട്ടൊക്കെ പിന്നെ ഞാൻ ഓക്കെ ആയി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 11th 12th വേറൊരു കോളേജ്, അതിൻ്റെ പേര് SFS കോളേജ് എന്ന് തന്നെയാണ്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ പഠിച്ചു. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് രതീഷ് നായരെ കിട്ടുന്നത്. അവനിപ്പം നമ്മുടെ മോഹിനിയാട്ടത്തിൽ ഒരു സീൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ്. അതിന് ശേഷം പിന്നെ ഈ സ്കൂൾ ജീവിതത്തിൽ ഈ പറഞ്ഞ കലാപരമായിട്ടുള്ള ആവേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കലാപരമായിട്ടുള്ള ആവേശങ്ങളില്ലായിരുന്നു. കാരണം ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. എനിക്കൊന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ കണ്ട്
അവിടെ ഈ മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വീട്ടുകാരുടെ നിർബന്ധം കാരണം ഞാനും പങ്കെടുത്തു. അപ്പോൾ ഈ ചെപ്പ് കളിക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, അതിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര്. ഒന്നൊരു ഷിബുചേട്ടനുണ്ട്, പിന്നെ ശരത് എന്ന് പറഞ്ഞൊരു എൻ്റെ പ്രായമുള്ളൊരു മലയാളി, പിന്നെ ഞങ്ങൾ 3 പേര്, പിന്നെ 3 പെൺപിള്ളേരും ഉണ്ടായിരുന്നു. തോന്നുന്നു ചെപ്പ് കളിക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അന്ന്. കലാപരം 8ാം ക്ലാസ് വരെ. അതെ. അപ്പോൾ പ്രോത്സാഹന പുരസ്കാരമുണ്ട് കിട്ടി. അപ്പം നമ്മുടെ കൊല്ലംകാരനൊരു GR പിള്ളേങ്ങളുണ്ട്. പുള്ളിയായിരുന്നു ഇതിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയാണെന്ന് സ്പോൺസർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി കൊള്ളാം. ആ പരിപാടി കൊള്ളാം. വെച്ചാൽ അതുവരെ നമുക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല, അതിനുശേഷം കിട്ടിയിട്ടില്ല. പിന്നെ സിനിമ വന്നതിന് ശേഷം കിട്ടിയത്. ഈ അച്ഛൻ മിലിറ്ററിക്കാരനായതുകൊണ്ടുള്ള. അച്ഛൻ മിലിറ്ററിക്കാരനല്ല, അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു. സിവിലിയനാണ്. എന്നാലും ഈ ഡിഫൻസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഡിസിപ്ലിൻ മാൻഡേറ്ററി ആയിട്ടുണ്ടല്ലോ പൊതുവെ. അങ്ങനെ ഇല്ലായിരുന്നു ആക്ച്വലി. അച്ഛനെ ആകെ ചീത്ത പറഞ്ഞിരിക്കുന്നത് പഠിത്ത കാര്യത്തിൽ മാത്രമാണ്. പഠിത്തത്തിൽ നമ്മൾ ഉഴപ്പുമ്പം അല്ലെങ്കിൽ പിന്നെ അമ്മ ഈ അച്ഛൻ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ ഈ പകൽ മൊത്തം ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇതങ്ങ് അച്ഛനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിഷന്റെ ഒരു മൂർധന്യാവസ്ഥ എത്തുമ്പോഴത്തേക്കും പിന്നെ അച്ഛൻ തുടങ്ങും. അപ്പൊ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ അല്ല ഇത് എന്താന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്തത് സംസാരിക്കുക കുട്ടികൾക്കുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഈ മുതിർന്നവർ ഇപ്പം ഞങ്ങളുടെ അയൽവക്കം എന്ന് പറയുന്നത് ആലപ്പുഴക്കാർ ഒരു ഫാമിലി ആയിരുന്നു. പീറ്ററങ്ങളും അന്നമ്മേൻ്റി. അപ്പോൾ പീറ്ററങ്ങളും അച്ഛനും ഡിഫൻസ് അക്കൗണ്ട്സിൽ. ഇവർ രണ്ടുപേരും രാവിലെ. അപ്പോൾ അന്ന് 2 പേരുടെ കയ്യിൽ ലാമ്പിയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ ലാമ്പിയും ഞങ്ങളുടെ ഒരു ഗ്രേ ലാമ്പിയാണ്. അപ്പോൾ ഇവർ ഒരുമിച്ചാണ്, ഒരു പൂളിംഗ് ആണ്. അതായത് ഒരു ദിവസം പീറ്ററങ്ങൾ വണ്ടി എടുക്കും, എന്നിട്ട് അച്ഛൻ പുറകിരിക്കും. പിറ്റേ ദിവസം അച്ഛൻ വണ്ടി എടുക്കും, പീറ്ററങ്ങൾ പുറകിരുന്ന് പോകും. ഇപ്പോൾ 2 രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ അച്ഛന്മാരൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അന്നമ്മേൻ്റെ ജോലിയും കിച്ചണിൽ കഴിയും, അമ്മയുടെ ജോലിയും കഴിയും. പിന്നെ ഇവർ വീടിൻ്റെ മുമ്പ് ഇരുന്ന് അപ്പുറമാണല്ലോ ഇരുന്ന് പിന്നെ സംസാരമാണ്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഇത് ഹോളിഡേയ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളവിടെ കാണുമല്ലോ. അപ്പോൾ അന്ന് ഈ മലയാളി ഇതിൽ ഫാമിലി സറൗണ്ട് ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഇളയത് ഞാനാണ്. അപ്പോൾ നമ്മൾ ഈ 3ാം ക്ലാസ്സിലൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവർ കിന്നാരം പറയണതൊക്കെ നമ്മൾ ചെറിയ വായിൽ വലിയ വർത്താനം. അതെ അങ്ങനത്തെയൊക്കെയുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ അമ്മ കുറച്ച് മസാലയൊക്കെ കൂടെ ചേർത്ത് അങ്ങ് പറയും. അമ്മമാരുടെ ഒരു അതെ. അങ്ങനെ എഞ്ചിനീയറിംഗിലേക്ക് എത്തുകയാണ്. എഞ്ചിനീയറിംഗിലേക്ക് എത്തി. മൈനിങ് എഞ്ചിനീയറിംഗ് ആയത്. മൈനിങ് എഞ്ചിനീയറിംഗ് എനിക്ക് അവിടുത്തെ അന്നത്തെ ഏറ്റവും ടോപ്പ് പ്രൈവറ്റ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കത് അച്ഛൻ അമ്മ ഇൻജെക്ട് ചെയ്തൊരു ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് പിന്നെ അത് ആഗ്രഹം ആയി മാറി. ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, വേറെ ജോലിയില്ലെന്നുള്ള രീതിയാണ്. സമൂഹത്തിലെ വിലയില്ല. അല്ല വിലയില്ല. അതെ. ചേച്ചിക്ക് വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഡോക്ടറായി. അപ്പോൾ ഡോക്ടറായി. എഞ്ചിനീയർ. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഇൻജെക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ മാത്സിൽ അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാത്സ് മാത്രം അല്ല എന്നുള്ളത് നമുക്ക് ബോധമില്ലായിരുന്നു. വേറെ സബ്ജക്ട്സ് ഉണ്ട്. ചെന്ന് കാലുകുത്തിയപ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ 12ാം ക്ലാസ് വരെയൊക്കെ തലേദിവസം പഠിപ്പാണ്, അല്ലെങ്കിൽ മൊത്തം ക്രിക്കറ്റ് കളിയാണ്. ക്രിക്കറ്റ് കളിയുടെ പുറകെ ഇങ്ങനെ ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അമ്മയച്ഛനും പറയുന്നത്. സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 4-5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേക്കും ബാറ്റും വിക്കറ്റും ബോളൊക്കെ ആയിട്ട് അമ്മ വാനരസേന എന്നാണ് പറയണത്. എൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ വാനരസേന വന്നിട്ടുണ്ടെന്ന് പറയും. അവരോട് പോയി ക്രിക്കറ്റ് കളിക്കുക, പിന്നെ മാച്ച് കളിക്കാൻ പോവുക. 10th ബോർഡ് എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഞാൻ മാച്ച് കളിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ കോളനി താമസിച്ച പലർക്കും അറിയാം ഞാൻ 10ാം ക്ലാസ്സിലാണ്. ഞങ്ങളുടെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, आपका बेटे का बोर्ड एग्जाम चालू है और वो क्रिकेट खेलने के लिए गया. അപ്പോൾ അച്ഛനിങ്ങനെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമെന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ ഞാൻ ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് പാസ്സായത്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ തലേദിവസം പഠിച്ചാൽ ശരിയാവില്ലെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ 4 പേപ്പർ ബാക്ക് വന്നു ഫസ്റ്റ് ഇയറിൽ. 4 വന്നുള്ളൂ. അത് പിന്നെ പാസ്സാകാൻ 1 വർഷത്തിൽ കൂടുതലെടുത്തു. അങ്ങനെ 4 വർഷത്തെ കോഴ്സ് ചെയ്യാൻ 5 വർഷം കൊണ്ടാണ് എഞ്ചിനീയറിംഗ് പാസ്സായത്. ഈ എഞ്ചിനീയറിംഗിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിചാരിച്ചാൽ നമ്മൾ എഞ്ചിനീയർ ആയല്ലോ, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. മറ്റേ എഞ്ചിനീയറിംഗ് വരെ എത്താൻ വേണ്ടിയിട്ടുള്ള പഠിത്തമായിരുന്നു. ഇതിപ്പോൾ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഇനിയിപ്പോൾ എഞ്ചിനീയറായിട്ട് പുറത്തിറങ്ങും. അതൊരു എത്ര വേണമെങ്കിലും പഠിക്കുകയും ചെയ്യാം, ഫീസ് അടച്ചുകൊണ്ടിരുന്നാൽ മതി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പാസ്സായി. പിന്നെ ഈ മൈൻ എഞ്ചിനീയറിംഗ് എങ്ങനെ പിന്നെ എയർടെല്ലിൽ വന്നത്? മൈനിങ് എന്ന് പറയുന്നത് ഖനനം അറിയാമല്ലോ, ഈ റിമോട്ട് ഏരിയാസിലായിരിക്കും. ഇപ്പം സിറ്റിയിൽ നിന്നൊക്കെ ദൂരെ. അങ്ങനെ എനിക്ക് ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, ഹൈദരാബാദ് എൻ്റെ ഹെഡ് ഓഫീസ്, അവിടെ ഞാൻ പോയി ഇൻ്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഞാൻ സെലക്റ്റായി. അങ്ങനെ റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് പോസ്റ്റിങ്. അപ്പോൾ ഈ മൈനിങ് കൂടുതലും ആ സൈഡിലാണ്. UP, MP, ബീഹാർ,
ആ ഏരിയയിലാണ്. അപ്പോൾ ഓണാങ്കേറ മൂലയെന്ന് പറയാം. അതെ അതെ അതെ, നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതൽ ഇവിടെ വന്ന് മൈനിങ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അല്ലാതെ ഇവിടുന്ന് പഠിച്ചാലും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് 30 സീറ്റാണ് ഒരു വർഷം ഉള്ളത്. അതിൻ്റെ അകത്ത് 24 പേരും ഈ പുറത്തുനിന്ന് ഹോസ്റ്റലിൽ വന്ന് പഠിക്കുന്ന ആൾക്കാർ, ബീഹാറിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വന്ന്. അതിനകത്ത് ഞങ്ങൾ 6 പേരേ ഉള്ളൂ ഡേ സ്കോളേഴ്സ്. റാഞ്ചിയിൽ നിന്ന്. അപ്പോൾ ഈ എൻ്റെ കൂടെ മിക്കവരൊക്കെ ബീഹാറീസ് ആണ്. അപ്പോൾ ബീഹാറീസ് പറയും റാഞ്ചിയാണ് നമ്മുടെ ബീഹാറിലെ ടൂറിസ്റ്റ് സ്പോട്ട്. ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ നമ്മൾ ലോനാവല, ഖണ്ടാല, തണുപ്പുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത്. മിനിമം കറുകച്ചാൽ. അതെ. അപ്പോൾ അങ്ങനെ റാഞ്ചിയിലാണ് എൻ്റെ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓ, നല്ല തണുത്ത് ഇത് ജീവിക്കാം. അങ്ങനെ നാഗ്പൂരിൽ നിന്ന് ഞാൻ ടി നഗറിലെത്തി. അവിടെ ഒരു രാത്രി താമസിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ 3 മണിക്കൂർ ആണ് റാഞ്ചിക്ക് ബൈ ബസ്. അവിടെ ചെന്നു. തണുപ്പൊന്നുമില്ല. പിന്നെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് ഞാൻ മറ്റേ പണ്ട് താമസിച്ച കാംറ്റിയിലെ ആർമി ക്യാൻറ്റീൻ അത്രയും പോലും എന്താണ് സുഖമുള്ളൊരു ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അവിടെ എത്തി ഞാൻ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ പക്ഷേ ടൗൺഷിപ്പാണ്. അപ്പോൾ നമുക്ക് ഓക്കെയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ബോസ്, അതായത് ഓഫീസിലിങ്ങനെ പുള്ളി പറഞ്ഞത്, ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരെ രാംഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് പോസ്റ്റിങ്. അപ്പോൾ ഞാനപ്പോൾ അവിടെയാണോ ജീവിക്കേണ്ടത്? അതെ. അങ്ങനെ ബീഹാർ SRTC കയറി പോവുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇതെല്ലാം. ഇതൊക്കെ ഒറ്റയ്ക്ക്, മറ്റേ 2 കമ്പനിക്കാരൊന്നും ഇല്ല. ഇല്ല. അപ്പോൾ അച്ഛൻ എനിക്ക് 5000 രൂപ ക്യാഷ് ഒന്നും ഇട്ടിട്ടുണ്ട്. അപ്പം അന്ന് ഈ ATM ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ 5000 രൂപ എന്ന് പറയുന്നത്, ഈ 5000 രൂപ ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് കാണുന്നത് എൻ്റെ പോക്കറ്റിൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പി നോക്കും. ഭയങ്കര ലക്ഷപ്രഭുവാണല്ലോ തപ്പി നോക്കും. അപ്പം അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാനിവിടെ സർവൈവ് ചെയ്യില്ല, ഞാൻ മിക്കവാറും നാളെ തന്നെ തിരിച്ചു പോകും. അങ്ങനെ അവിടെ ചെന്ന് ഒട്ടും പറ്റില്ല, ഭയങ്കര റിമോട്ടായിട്ടുള്ള സ്ഥലത്താണ്. പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിവിടെ പറ്റുന്നില്ല. പിന്നെ നാച്ചുറലി ഒരു അമ്മ ചെന്നുള്ള നിലയിൽ അവർ അലിയുമല്ലോ, മക്കളെ തിരിച്ചു പോയി. അങ്ങനെയാണ് മൈനിങ് ഞാൻ വിടുന്നതും. പിന്നെ ആ സമയത്ത് ചേച്ചിക്ക് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി കിട്ടി കേരളത്തിൽ. ചേച്ചിയുടെ കല്യാണവും കഴിഞ്ഞായിരുന്നു. അപ്പം അമ്മയച്ഛനും ഇടയ്ക്ക് ഈ ഹോളിഡേയ്സിൻ്റെ സമയത്ത് അവർ കേരളത്തിൽ വരും, ഞാനവിടെ ആയിരിക്കും. അച്ഛനും അമ്മയും അമ്മ ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് എന്തോ ആവശ്യത്തിന്, ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മ, വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ബർത്തിൽ ഉണ്ടായിരുന്ന ഒരു ആലപ്പുഴക്കാർ ഫാമിലി ആയിരുന്നു, ഒരു മുജാഹിദ് സാറും ഫാമിലി. പുള്ളി ICICI ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറഞ്ഞു, മകളിങ്ങനെ വെറ്ററിനറി ഡോക്ടറാണ്, മകനിങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടി തിരിച്ചു വന്നിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്, ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ അവനൊരു ജോലി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചാൽ എന്തെങ്കിലും നടക്കുമോ ICICI ബാങ്കിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഓപ്പണിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ ലാൻഡ് ലൈൻ നമ്പർ പുള്ളി ഞങ്ങളുടെയും മേടിച്ചു, പുള്ളിയുടെ തരുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിളി വന്നു, ഇങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ എടുക്കുന്നുണ്ട്, ഓൺ റോൾസ്, മറ്റേ ഔട്ട്സോഴ്സ്ഡ് അല്ലേ, ഓൺ റോൾസ്. അപ്പോൾ അത് സെയിൽസ് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുക. സെയിൽസിൽ എനിക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ. അല്ലെങ്കിൽ പിന്നെ വേറെ നിവർത്തിയില്ല, ഇതേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഒരു 19 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അതിൻ്റെ അകത്ത് ഞങ്ങൾ 2 പേരെ സെലക്ട് ആയത്. ഇൻ്റർവ്യൂ നാഗ്പൂരിൽ വെച്ച്. അന്നത്തെ അവിടുത്തെ ഒരു 5-സ്റ്റാർ ഹോട്ടൽ, പ്രൈഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. അത് പിന്നെ ഞാനൊരു ഏകദേശം ഒരു 1 ഇയർ ചെയ്തു അവിടെ തന്നെ. അപ്പോഴത്തേക്ക് അച്ഛൻ റിട്ടയറായി. അച്ഛൻ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായി ചേർത്തലയിൽ, അച്ഛനും അമ്മ. അപ്പോൾ എനിക്ക് അമ്മയെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഹോം സിക്നെസ് കാരണം ജോലി വിട്ടിട്ട്, അന്ന് എനിക്കറിയില്ലായിരുന്നു, അതായത് കേരളത്തിൽ വന്നിട്ട് ജോലി കണ്ടുപിടിച്ചിട്ട് അത് റിസൈൻ ചെയ്യാന്നുള്ള ബോധമൊന്നുമില്ല. അപ്പോൾ ഞാനത് റിസൈൻ ചെയ്തിട്ട് ഞാൻ വന്നു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ബിർള സൺ ലൈഫ് ഇൻഷുറൻസിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ പിന്നെ എയർടെലിലെത്തി. എയർടെലിൽ വന്ന് ട്രിവാൻഡ്രത്ത് പോസ്റ്റഡ് ആയിരുന്നപ്പോഴാണ് MG ശ്രീകുമാർ സാറിനെ കാണുന്നതും. അങ്ങനെ പുള്ളി ഹരിൻ സാറിനെ പരിചയപ്പെടുന്നത്. MG ശ്രീകുമാർ സാറിനെ കാണുന്നു, ചെന്നൈയിലേക്ക് വീണ്ടും പെട്ടിയെടുത്ത് ഓഡിഷന് പോകുന്നു. ഓഡിഷൻ്റെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. We'll go for a break. This is Shine with Nalan and you are in conversation with the wonderful, charming personality, Saiju Kurupu. We'll be back. വെൽക്കം ബാക്ക് ടു ഷൈൻ വിത്ത് നല്ലൻ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സൈജു കുറുപ്പ്. അപ്പോൾ ഓഡിഷൻ ഇവിടുന്ന് ചെന്നൈക്ക് പോവാണ്. MG ശ്രീകുമാർ എങ്ങനെയാണ് കാണുന്നത്? അത് ഈ നമുക്ക് ടെലികോളിംഗ് ടീമുണ്ട് സെയിൽസിൽ. അപ്പോൾ ഇവരാണ് നമുക്ക് കുറേയൊക്കെ ലീഡ്സ് തരുന്നത്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ എന്തായിരുന്നു വെച്ചാൽ 1000 രൂപ കൂടുതൽ ബില്ല് വരുന്ന കോമ്പറ്റീഷൻ നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ചേൺ ചെയ്ത് എയർടെലിൻ്റെ ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രൊഫൈലിലാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു, സിംഗർ MG ശ്രീകുമാറിന് നമ്മുടെ കോമ്പറ്റീഷൻ നെറ്റ്വർക്കാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് അത്യാവശ്യം ബില്ല് വരുന്ന ആളാണ്, പുള്ളിക്കൊരു പുതിയ കണക്ഷൻ വേണം, ഒന്ന് പോയി കാണാൻ. എൻ്റെ ഒരു ടീം ലീഡറുണ്ട് സയ്യദ്. അപ്പോൾ ഞങ്ങൾ
ഒരുമിച്ച് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് ആ നിമിഷം വരെയും ഒരു സിനിമാ സ്വപ്നങ്ങളോ സിനിമ ഫാനോ? ഇല്ല. ക്രിക്കറ്റ് ഭ്രാന്തനാണ്, അല്ലാതെ സിനിമാ ഭ്രാന്തനല്ല. അല്ല ക്രിക്കറ്റൊക്കെ പിന്നെ ആ സമയം കൊണ്ട് വിട്ടു ഞാൻ 24 അല്ല, എന്നാലും ബേസിക്കലി ക്രിക്കറ്റ് ഭ്രാന്തനാണല്ലോ. അതെ. സിനിമ കാണാൻ ഭയങ്കര താല്പര്യം. ചില ആൾക്കാർ കുട്ടിക്കാലം തൊട്ടേ സിനിമാ ഭ്രാന്തൻ, സിനിമകൾ മിസ് ചെയ്യത്തില്ല. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അങ്ങനെ ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു. അഭിനയിക്കാനുള്ള പ്രാന്തല്ല, കാണാൻ ഭയങ്കര. എന്നുവെച്ചാൽ ഒന്നാമത്തെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു ആ സമയത്ത്. ടി വി ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം അങ്ങനെ കരഞ്ഞ് അതായത് പീറ്ററങ്ങളുടെ വീട്ടിൽ ടി വി മേടിച്ചു, ഓണിയുടെ ടി വി, കളർ ടി വി. അപ്പോൾ അന്ന് സാമ്പത്തികമുള്ളവർ കളർ ടി വിയും ഇല്ലാത്തവർ ബ്ലാക്ക് ആൻഡ് വൈറ്റും അങ്ങനെയായിരുന്നു. റേഡിയോ ശബ്ദരേഖ. അതെ, പീറ്ററങ്ങളുടെ വീട്ടിൽ ടി വി മേടിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെച്ചാൽ അയൽവക്കല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാമല്ലോ. പക്ഷെ ദുഃഖം നമ്മുടെ വീട്ടിലില്ലാത്തതാണ്. അപ്പം ഞാൻ ടി വിയൊക്കെ പോയി അവർ മറ്റേ ആൻറ്റിനയൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം ഗ്രെയിൻസൊക്കെ മാറ്റി ചെയ്ത് ടി വി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് എൻ്റെ കരച്ചിലൊന്നും അമ്മയച്ഛനും വീഴാത്തതാണ്. പക്ഷേ ആ കാര്യത്തിൽ എന്ത് പറ്റിയെന്നറിയില്ല, അച്ഛന് ഭയങ്കര വിഷമം തോന്നി. ഉടനെ തന്നെ അച്ഛനും പിന്നെ ടി വി മേടിച്ചു. എന്നിട്ട് പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനൊരു ദിവസം പറഞ്ഞു, ഇന്നാണ് ടി വി നമുക്ക് സ്വന്തമായി എന്ന്. അന്ന് എനിക്കത് മനസ്സിലായില്ല. അച്ഛൻ ആക്ച്വലി ലോൺ എടുത്തിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അങ്ങനെ ആ EMI തീർന്നതിൻ്റെ ഒരു ഇതായിരുന്നു അച്ഛൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ടി വി അപ്പം ഈ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സൺഡേ മാത്രമേ സിനിമകൾ വരുള്ളൂ. അത് പുതിയ സിനിമയൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് മിഥുൻ ചക്രവർത്തി, ഗോവിന്ദയുടെയൊക്കെ സിനിമകളാണ് കാണേണ്ടത്. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴും സിനിമകളാണ്, ഹിന്ദി സിനിമകളാണ്. ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു രാത്രിയിൽ, അല്ല സൺഡേസ് ഉച്ചയ്ക്ക് ഒറിജിനൽ മൂവീസ് വരുമായിരുന്നു. അത് ഈ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് കഴിഞ്ഞിട്ട് മലയാളമാണെന്ന് അറിയാം. പക്ഷെ അത് കൂടുതലും ക്രിട്ടിക്കലി അക്ലൈംഡ് മൂവീസ് വന്നുകൊണ്ടിരുന്നത്. കമേഴ്ഷ്യൽ ഹിറ്റ്സ് അങ്ങനെ വരാറില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരെ ആവശ്യമുണ്ടെന്ന്. പുള്ളി എല്ലാ വീക്കെൻഡ്സും VCR വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് 2 കാസറ്റും എടുക്കും. അതെ. എന്നിട്ട് ഞങ്ങൾ മലയാളി ഫാമിലീസ് ഒരു 4-5 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പടം കാണും. അപ്പം അന്ന് ഭയങ്കര രസമാണ്. ഈ കാംഠി എന്ന് പറയുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. കറണ്ട് പോയാൽ പിന്നെ പോക്കാണ്. പിന്നെ കുറേ മണിക്കൂറിന് ശേഷമേ വരുള്ളൂ. അമ്മ സാറ്റർഡേ ആകുമ്പോൾ പറയും, രാവിലെ ഇരുന്ന് പഠിച്ചോ കേട്ടോ നല്ലപോലെ, വൈകുന്നേരം ആകുമ്പോൾ പിള്ളേങ്ങളുടെ വീട്ടിൽ സിനിമ കാണാൻ വേണ്ടി പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവേശമാണ്. അപ്പോൾ പഠിക്കുന്ന പോലെ കാണിക്കുമെങ്കിലും വേണമല്ലോ. അപ്പോൾ നമ്മളിരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുന്ന പോലെ കാണിക്കും. വൈകുന്നേരം ആകുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ എൻ്റെ ആത്മകഥയാണ്, ദൈവമേ പഠിച്ചത് വെറുതെ ആയല്ലോ. അമ്മ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര കുറെ താളം തെറ്റിയ താരായിട്ടൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പിള്ളേങ്ങളിൽ ഭയങ്കര ഇഷ്ടമുള്ള പടമായിരുന്നു. അപ്പോൾ പിള്ളേങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ, നമുക്ക് പിന്നെ സിനിമ കണ്ടാൽ മതി. അത് നമ്മുടെ കാലഘട്ടത്തിൽ ഗോവിന്ദ, മിഥുൻ ചക്രവർത്തിയൊക്കെ ഡാൻസും ഒക്കെ ആയിട്ട് തകർക്കുന്ന സമയം, ഡിസ്കോ ഡാൻസറൊക്കെ കത്തിയിരിക്കുന്ന സമയമാണല്ലോ. പിന്നെ ബച്ചൻ സാറിന്റെ അഴിഞ്ഞാട്ടം അല്ലേ. പിന്നെ അപ്പോഴത്തേക്കും ഇപ്പം ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങി 86, 87 അതിന് മുമ്പായിരുന്നു ഇദ്ദേഹം വൺ സ്റ്റാർ കത്തി നിന്നിരുന്നത്, അമിതാഭ് ബച്ചൻ. ഇപ്പം ഞാൻ കണ്ടു തുടങ്ങിയ സമയത്ത് മിഥുൻ ചക്രവർത്തി, ഗോവിന്ദ, സഞ്ജയ് ദത്ത്, പിന്നെ ഹമ്മ് കത്തുന്ന സമയം, ഹമ്മ് 90s വന്നത്. 90s ഏർലി 90s ആണെന്ന് തോന്നുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ കംബാക്ക് മൂവീസ് ആണ്. പക്ഷെ രജനീകാന്തിലെ കറക്കുന്നു, കറക്കിയിട്ട് വെടിവെക്കുന്നു, ഇതൊക്കെ കാണുക എന്നുള്ളതാണ് സംഭവം. ഗരീബോം കാ ദോസ്ത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ കസറിയ സിനിമകളൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമ ഭ്രാന്തനാണ്. അപ്പം അങ്ങനെ സിനിമ കാണും, പക്ഷെ അഭിനയിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അങ്ങനെ MG ശ്രീകുമാറിൻ്റെ അടുത്ത് എത്തുകയാണ്. പുള്ളിയുടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി 3 പ്രാവശ്യം കാണേണ്ടി വന്നു പുള്ളിയെ. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ്, ഇപ്പം ഞാൻ കണക്ഷൻ പുതിയത് എടുക്കുന്നില്ല, ഞാൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞാൻ സൈജുവിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരിട്ട് പോയി കണ്ടാ സംസാരിക്കുന്നത്? അതെ, ഫോണിൽ കൂടെ അല്ല, നേരിട്ട് ട്രിവാൻഡ്രത്ത് തൈക്കാട് വീട്ടിൽ. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പോൾ ഒന്ന് അച്ഛനായിട്ടൊന്ന് ഫോണിൽ കൂടെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ശ്രമം. പക്ഷേ അത് ആ സമയത്ത് നടന്നില്ലായിരുന്നു. ആ 3 പ്രാവശ്യം നടന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ, നമ്മുടെ തലയാണല്ലോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കുമല്ലോ, എന്തോ സിനിമയെ പറ്റി പറയാനെന്ന് എനിക്ക് തോന്നി. അത് ഇപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ സയ്യിദിൻ്റെ പറഞ്ഞ്, സയ്യിദ് ഓഫീസിലേക്ക് ഇല്ല, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. സയ്യിദ് ഇരിക്കുന്നു പറഞ്ഞ്, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഒന്നാമത് ഈ 3 പ്രാവശ്യം ചെന്നിട്ടും അച്ഛനുമായിട്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല, കണക്ഷനായിട്ട് എടുത്തുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പൻ്റെ ചെറുതായിട്ട് ഉള്ളിലുണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്. കലിപ്പല്ല, ഇറിറ്റേഷൻ. അപ്പോൾ എൻ്റെ റിയാക്ഷൻ ഇതാണ്, അഭിനയിക്കും. അപ്പോൾ വീണ്ടും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ അഭിനയിക്കുന്ന പടം എന്തായാലും ഹിറ്റാകുമല്ലോ, ഹിറ്റായി കഴിഞ്ഞാൽ കുറേ പേരെന്നെ അറിയുമല്ലോ, അപ്പോൾ സെയിൽസിനും ഗുണം ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കുന്ന ഹീറോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ സംവിധായകൻ ഹരിഹരനുണ്ട്, അദ്ദേഹം പുതുമുഖങ്ങളെ വെച്ചാൽ പടം എടുക്കുന്നത്. അപ്പോൾ ഞാനടുത്ത് എന്തെങ്കിലും സപ്പോർട്ടിങ് അല്ലെങ്കിൽ 1-2 സീനിലൊക്കെ അഭിനയിക്കുന്ന എന്തെങ്കിലും പരിപാടിയായിരിക്കും. പുതുമുഖ നായകനെ
പുതുമുഖ നായികയും പുള്ളി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലുക്കുണ്ട് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഫോട്ടോസൊക്കെ പറഞ്ഞാൽ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പുള്ളി ഹരിൻ സാറിനെ വിളിച്ചു. അപ്പോൾ ഹരിൻ സാറ് അവിടെ നിന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഫോട്ടോസ് അയക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഓക്കെ സാർ, ഒന്ന് അഡ്രസ്സ് പറയാൻ വേണ്ടി പറഞ്ഞു. പുള്ളി തന്നെ അത് അഡ്രസ്സൊക്കെ നോട്ട് ചെയ്ത് അഡ്രസ്സ് എനിക്ക് തന്നു. പുള്ളിയുടെ ലാൻഡ് ലൈൻ നമ്പർ തന്നു എനിക്ക്. പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കുക. നല്ല ഫോട്ടോസ് അല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സാർ ഫാമിലി ഫോട്ടോ കണ്ടു, ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോ അത് പറ്റില്ല, സിംഗിളായിട്ടുള്ള ക്ലോസ് ഫുള്ള്. അത് പോർട്ട്ഫോളിയോ അറിയാവോ? ഞാൻ പറഞ്ഞ അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാമത് സമയമില്ല, ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓട്ടമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് പോയി ഫോട്ടോ എടുക്കലും. ഇതെങ്ങനെ ബിസിനസ്സിന് സഹായിച്ചാലോ? അതെ. അപ്പം ഞാൻ മനസ്സിനെ കുറിച്ച് ഞാൻ ഫോട്ടോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം ഫോട്ടോ ഇനി എടുത്ത് ഇത് അയച്ച് പുള്ളി കിട്ടി പുള്ളി നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയും, ചെന്നൈയിലേക്ക് പോകും. എന്നിട്ട് പുള്ളിയെ പോയി നേരിട്ട് കാണാം. ഞാൻ പുള്ളിയെ വിളിച്ച് പറയാം ഇങ്ങനെ നേരിട്ട് വരുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അങ്ങനെ ചെയ്യാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് അവധിയാണ്. ഫ്രൈഡേ ഈവനിങ് ഞാൻ തമ്പാനൂർ ജംഗ്ഷനിൽ നിന്ന്, അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ഞാൻ എയർ ബസ് കയറുവാണ്. എന്നിട്ട് അപ്പോൾ ചെന്നൈയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരു 3 ദിവസം താമസിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനുമായിട്ട്. ജോലി ഹണ്ടിങ്ങിന് വേണ്ടി പോയതാണ്, കിട്ടിയില്ല. പെട്ടെന്ന് രാവിലെ അപ്പോൾ വർക്കാണ്, പെട്ടെന്ന് ചെന്നൈയിൽ നിന്ന് കേട്ടു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇറങ്ങി. ഈ ചെന്നൈ എന്ന് പറഞ്ഞ ഒരു സമുദ്രമാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് കേട്ടപ്പോൾ ആ ജംഗ്ഷനിലേക്ക് ഇറങ്ങി. അവിടെ നോക്കിയപ്പോഴത്തേക്കും ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെ മാന്യമായിട്ടുള്ള വാടകയുള്ളൂ. അപ്പോൾ എനിക്കൊരു പകൽ മാത്രം മതിയല്ലോ, ഒന്ന് കുളിക്കുക, ഹരിൻ സാറിനെ പോയി കാണുക, തിരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊരു കൂറ ലോഡ്ജായിരുന്നു, ഹോട്ടൽ എന്നുള്ള പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ മറ്റേ സോൾട്ടി വാട്ടറാണല്ലോ. അപ്പോൾ എൻ്റെ മുടിക്ക് കുറച്ച് ചുരുൾമയുണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് അറിയില്ല, പക്ഷേ എണ്ണയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വളഞ്ഞിരിക്കും. ആ വെള്ളം വെച്ചാൽ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒതുങ്ങുന്നില്ല. വെച്ചാൽ ഈ മറ്റേ ഹാർഡ് വാട്ടർ അല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. എന്ത് ചെയ്യാനാണ് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ തോർത്തുന്ന ടവലുണ്ടല്ലോ, അതിങ്ങനെ കുറേ നേരം കെട്ടിവെച്ച് ഇത് നമുക്ക് ഇരിക്കാൻ. എന്നിട്ട് ഞാൻ നേരെ അഡ്രസ്സിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ഒരു 10-12 പേര് ലൈനിൽ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി അവർ നാച്ചുറലി ഹരിൻ സാറിനെ കാണാൻ വേണ്ടി വന്നായിരിക്കില്ല. പുള്ളിയുടെ വീണ്ടും മുമ്പിലല്ലേ ലൈനിലേക്കുന്നത്. ഒരു വലിയ ഗേറ്റ് ഉണ്ട്, അത് അടച്ചിരിക്കുക. ചെറിയൊരു ഗേറ്റ് ഉണ്ട്, അത് ചെറുതായിട്ടൊന്ന് തുറന്നു കിടപ്പുണ്ട്. ഞാൻ ലൈനിൽ നിൽക്കാൻ പോയില്ല. MG ശ്രീകുമാർ സാർ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ലൈനിലേക്കേണ്ട ആവശ്യം. അപ്പോൾ ആ കൺസെപ്റ്റിൽ ഞാൻ കയറിയപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരു മുട ആയിട്ടുള്ളൊരു പയ്യൻ അങ്ങനെ കൈവിട്ടിട്ട് ഞാൻ പറഞ്ഞു ഡയറക്ടറെ കാണാൻ വന്നതാണ്. ഞങ്ങൾ അതിന് വേണ്ടിയാണ് 6 മണി തൊട്ട് നിൽക്കുന്നത്, പോയി ലൈനിലേക്ക് ഞാൻ പറഞ്ഞു. ഭയങ്കര ഇന്നസെൻ്റ് ആണല്ലേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. അല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ എയർടെൽ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥൻ, എനിക്ക് സമയമില്ല. അപ്പോൾ നല്ല തെറി വിളിച്ച്, കോയും ഒക്കെ എല്ലാം വിളിച്ചു, മായുമൊക്കെ വിളിച്ച്. മനസ്സിലായി എനിക്ക്, മറ്റൊന്നും മനസ്സിലായില്ല. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അത് തെറിയായിരുന്നെന്ന്. ഞാൻ അകത്ത് കയറി. ഹരിൻ സാറ് ഈ ലൈനിൽ നിന്നാ കയറിയത്? അല്ലല്ല, ഞാൻ പിന്നെ ഇതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, മറ്റേ വോയിസ് ഓവറാണ് എനിക്ക്. ഞാൻ കയറിയകത്ത് കയറി ഡോർ തുറന്ന് സൈഡിൽ തന്നെ ഒരാളിരിപ്പുണ്ട്, മുണ്ട് മാത്രം എടുത്ത് പേപ്പർ വായിച്ചുകൊണ്ട്. അതിങ്ങനെ മുട്ടി. യെസ് പറഞ്ഞാൽ എനിക്ക് മിസ്റ്റർ ഹരിഹരൻ എന്ന് കാണണം. മിസ്റ്റർ MG ശ്രീകുമാർ പറഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാണ്, എൻ്റെ പേര് സൈജു കുറുപ്പ്. അപ്പോൾ എന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അളന്നു. എന്നിട്ട് പറഞ്ഞ് മേളിൽ ഓഫീസിൽ വെയിറ്റ് ചെയ്യുക, അപ്പോൾ അയക്കാമെന്ന്. ശരി, മേളിൽ ചെന്നു. അപ്പോൾ ഹരീഷ് എന്ന് പറഞ്ഞ ഹരിൻ സാറിൻ്റെ ഒരു കസിൻ കം അസിസ്റ്റൻ്റാണ്, അസിസ്റ്റൻ്റ് ആയിട്ട്. അവൻ വന്നിട്ട് ഡോർ തുറന്ന് വന്നു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ ഫോട്ടോയൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതിന് അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. വെച്ചാൽ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, മാഗസീൻസിലൊന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഇട്ട് താഴെ മുണ്ടെടുത്തിരുന്ന ആള് കൈയൊക്കെ തെറുത്ത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് എന്നാണ് യെസ് എന്നാണ് അത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാണ് കണ്ടത്. ഞാൻ തന്നെ ഹരിഹരൻ. അപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ പരിപാടി നടക്കില്ല. ടിക്കറ്റ്. അതെ, ഞാൻ അപ്പോൾ എണീറ്റ് വന്നു. ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളി ഓർത്ത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ കളിക്കുവാണെന്ന്. എനിക്കാണെങ്കിൽ പുള്ളി മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ താഴെ ഇരുന്ന ആൾ ഹരിഹരൻ സാറാണെങ്കിൽ പുള്ളി എൻ്റെ അടുക്കെ അയക്കാമെന്ന് പറയില്ലല്ലോ, ഞാൻ വരാമെന്നല്ലേ പറയൂ. പിന്നെ അതൊക്കെ വിട്ട്. അപ്പോൾ MG ശ്രീകുമാർ സാർ പറഞ്ഞിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ കാണുമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു 4 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ എയർടെല്ലിൽ കയറിയത്. നമ്മളോടാണ്. പിന്നെ ഇനിയിപ്പോൾ ക്യാമറയെ പറ്റിയൊക്കെ വല്ലതും ചോദിച്ചാൽ നമുക്കറിയില്ല. പുള്ളി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് വീട്ടിലാരൊക്കെയുണ്ട്, എന്താ ചെയ്യുന്നത്, എവിടെയാണ് നാട്, ഇങ്ങനത്തെയുള്ള ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടോ. ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. MG ശ്രീകുമാർ സാർ പറഞ്ഞു ഒന്ന് കാണാൻ ഞാൻ വന്നു. പുള്ളി പറഞ്ഞൊരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, നമുക്കത് മോൾഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മേക്കപ്പിൻ്റെ
പി മണിച്ചേട്ടൻ അദ്ദേഹത്തിനെ വിളിക്കുന്നു. പുള്ളി വന്നു. അപ്പോൾ എന്നോട് ഒരു കാര്യം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അതായത് ഈ മേക്കപ്പ് മാൻ വരണമല്ലോ. അപ്പോൾ അത്രയും നേരം ഞാനിവിടെ ഇരുന്ന് വെറുതെ മുഷിയെന്നുള്ള പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് തീർത്തിട്ട് എനിക്ക് തിരിച്ചെത്തണം. ടാർഗറ്റ്. അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നത്. അല്ല ഒരെണ്ണം കൂടെ കുടിച്ചിട്ടാ. ഞാൻ കുഴപ്പമില്ല സാർ. പിന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുറത്ത് പോയി ജംഗ്ഷനിൽ പോയി ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വന്ന് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മേക്കപ്പ് മാനും മറ്റേ ഹാൻഡി ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഒരു ലൈൻ തന്നു, നീന്താൻ അറിയാവോ സാറിന്. അതായത് കലാഭവൻ മണിച്ചേട്ടനെ പോലെ, അത് പുള്ളി തന്നെ അത് ചെയ്തത്. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞത് കലാഭവൻ മണിയെ പോലത്തെ ഒരാൾ ആണ് മുമ്പിലിരിക്കണമെന്ന് വിചാരിച്ചു. പുള്ളി നെഗറ്റീവ് ക്യാരക്ടറാണ്. വള്ളത്തിൽ പോണ സമയത്ത് നിനക്ക് നീന്താൻ അറിയാം, പക്ഷെ പുള്ളിക്ക് അറിയില്ല. അതറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ് പേടിപ്പെടുത്താൻ. നീന്താൻ അറിയാവോ സാറിന്. അപ്പോൾ നീന്താൻ അറിയാം സാറ് പല എക്സ്പ്രഷനിൽ ചോദിക്കണം. ദേഷ്യത്തിൽ ചോദിക്കണം, ചിരിച്ചുകൊണ്ട് ചോദിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഞാൻ എത്തി. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ എൻ്റെ സ്പ്ലെൻഡർ ബൈക്കിൽ നമ്മുടെ നേമം ഭാഗത്ത് ഞാൻ ഏതോ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഹരൺ സാറിൻ്റെ കോൾ വരുന്നു ലാൻഡ് ലൈനിൽ നിന്ന്. പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് പല്ലിന് കുഴപ്പമുണ്ട്. പല്ലെൻ്റെ ഈ പല്ല് ചിപ്ഡായിരുന്നു, കാൽഭാഗം പോയിരിക്കുകയായിരുന്നു. ഞാനൊരു സൈക്കിളിൽ നിന്ന് വീണത് കോളേജ് സമയത്ത്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാക്കാം. പുള്ളി ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഫോട്ടോസ് നോക്കി ചിരിക്കുന്നപ്പോൾ അത് ശരിയാക്കി തട്ടർ വേണ്ടതെന്ന്. 2004 ഇന്നും അതിനൊരു കുഴപ്പമില്ല. അത്ര നല്ലൊരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അതെ അതെ അതെ. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഈ 2 വർഷം മുമ്പ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഷൂട്ട് ചെയ്യണ സമയത്ത് അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ ഞാൻ പറഞ്ഞു, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ പല്ല് നിങ്ങൾ ചെയ്തത് എതിരായിട്ട് അതിനൊരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ പല്ലൊക്കെ പോയി ശരിയാക്കി. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ള കേട്ടോ, ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞ ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ ഉണ്ട് ഞാൻ ഷാജി എൻ കരുൺ. അപ്പോൾ ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് ബൈക്കിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ മൊബൈലുണ്ട്, ഞാൻ എയർടെലാണല്ലോ വർക്ക് ചെയ്യണം. സാർ ഇത് മറ്റേ കഥകളി പടം എടുത്ത ആളല്ലേ? എൻ്റെ പൊന്നുമോനെ, ആ പടത്തിൻ്റെ പേര് വാനപ്രസ്ഥം എന്നാണ്. നീ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട. നീ അവിടെ ചെല്ലുക, പുള്ളിയെ മുഖം കാണിക്കുക, അവിടെ നിന്ന് വരിക. പറഞ്ഞു, ഓ ശരി ശരി. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ക്യാമറമാൻ. എന്നിട്ട് പുള്ളിയുടെ അഡ്രസ്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ ട്രിവാൻഡ്രം ക്ലബിൻ്റെ സൈഡിൽ കൂടെ ഉദാര ശിരോമണി നഗറാണോ റോഡാണോ അവിടെ കൂടെ പോവുക, എന്നിട്ട് ചെല്ലുക. അപ്പോൾ ശരി. അങ്ങനെ പുള്ളി പറഞ്ഞ സമയത്ത് ഞാൻ 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ഷാജി സാറിൻ്റെ വൈഫ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഡോർ തുറന്നായിരുന്നു, ഇരിക്കാൻ പറയുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജി സാർ വരുന്നു. അപ്പോൾ ഷാജി സാറ് സംസാരിക്കാത്ത ആളാണ് അങ്ങനെ അധികം. അപ്പോൾ ഞാനും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് സംസാരിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹരൺ സാറ്. അപ്പോൾ ഞാനിങ്ങനെ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുകയാണ്, അദ്ദേഹം മിണ്ടാണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്ഷമ നമുക്ക് സംസാരിച്ചല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ്, സാർ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് അതായത് എന്തിനാ ഇത്ര നേരം ഇരുന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുമ്പിൽ ബൈക്കിലെത്തുന്നു. ഞാൻ ഹരിയൻ സാറിനെ വിളിക്കുന്നു. സാർ കണ്ടു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, സാർ എല്ലാം കൊള്ളാം, പക്ഷേ പുള്ളി ഒരു മൂശയായിട്ടെന്നാണ് തോന്നുന്നത്. ഒന്നും സംസാരിച്ചില്ല. പിന്നെ സാർ എന്നോടൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും സംസാരിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോന്നു. നിന്നിൻ്റെ മുഖം കാണിച്ചല്ലോ. അത് മതി. അത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും സാർ വിളിച്ചിട്ട് ഈ സൺഡേ ഒന്ന് കോഴിക്കോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നേരത്തെ ഞാൻ ചെന്നൈയിലാണ് പോയി കണ്ടത്. അങ്ങനെ ഞാൻ കോഴിക്കോട് പോന്നു. കോഴിക്കോട് പോകുമ്പോഴത്തേക്ക് അവിടെ ജനസമുദ്രമാണ് ഓഡീഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ നമ്മുടെ കുട്ടൻ തമ്പുരാൻ്റെ ചൈൽഡ്ഹുഡ് ചെയ്ത റോഷൻ വിജിലിയെ കാണുന്നത്. റോഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് അവിടെ. ഞാൻ നോക്കുമ്പോഴത്തേക്കും നല്ല മലയാളത്തിൽ നല്ലപോലെ ഡയലോഗ് പറയുന്ന കുറേ ആൾക്കാർ അവിടെ ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ കൺമുമ്പിൽ. അപ്പോൾ ഞാനൊന്ന് വരണ്ടു വെച്ചാൽ എൻ്റെ മലയാളം കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് മുണ്ടും ഷർട്ടൊക്കെ തരുന്നു. ഷർട്ടൊക്കെ ഞാൻ മടക്കി വെച്ച് കൈയൊക്കെ തെറുത്ത് വെച്ച് അങ്ങനെ ഇത് ചെയ്യുവാണ്. എന്തോ ക്യാരക്ടറൊന്നും ഇപ്പോഴും മനസ്സിലായി. ക്യാരക്ടറൊന്നും അറിയില്ല, ഉണ്ണി എന്നാണ് പേര്. അപ്പോൾ എനിക്ക് ഡയലോഗ് എന്നത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലോ കരിങ്കാളി കുന്നിൻ്റെ മുകളിലോ കയറി ഞാൻ വിളിച്ച് കൂവണോ ഐ ലവ് യു ഇന്ദിര എന്ന്. അപ്പം അത് കുഴപ്പമില്ല. പക്ഷെ അന്നത് ഭയങ്കര ഡയലോഗ്. എനിക്ക് ഒരു 4-5 ലൈനുണ്ട്. ആകെ ഐ ലവ് യു ഇന്ദിര മാത്രം എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. മറ്റേത് അമ്പലത്തിൻ്റെ ഗോപുരം, കരിങ്കാളി കുന്ന് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഭീകരമാണ്. ഹിന്ദിയിലാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാം. ഹിന്ദിയിലായിരുന്നു ഞാൻ പൊളിച്ചത്. ഹിന്ദി പൊളിച്ചേരെ. എന്നോട് ഡയലോഗ് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പഴയ ശീലം ഉണ്ടല്ലോ, ഓക്കെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ ആക്ഷൻ പറയുന്നു. അപ്പോൾ ഷാജി സാറും ഉണ്ട് ക്യാമറ. ഹരൺ സാർ ആക്ഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയും മനസ്സിലായില്ലെങ്കിൽ, അപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. മമതയല്ല, വേറെ ഓഡീഷൻ വന്ന. ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിൻ്റെ, അപ്പം ഉണ്ണിനാരായണൻ എന്നാണ് ഹരൺ സാറിൻ്റെ അസോസിയേറ്റിൻ്റെ പേര്. ഉണ്ണി സാറെ അമ്പലത്തിൻ്റെ എവിടെ കയറിയ? അപ്പോൾ ഗോപുരം. ഗോപുരം. ഓക്കെ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ കയറിയോ, അല്ലെങ്കിൽ സാറേ കുന്നിൻ്റെ പേരെന്തായിരുന്നു? കരിങ്കാളി. ഇതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ അമ്മയച്ഛനൊന്നും ഗോപുരമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അമ്പലം എന്ന് പറഞ്ഞ് കേട്ടുണ്ട്. അമ്മയച്ഛനും പറഞ്ഞ മലയാളം മാത്രമേ വീട്ടിലെങ്കിലും സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഹരൺ സാറ് പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം.
നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലോ കഴിയുമ്പോൾ സാർ കട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും, മറ്റേ കുന്നിൻ്റെ പേര് കരിങ്കാളി കുന്നിൻ്റെ മുകളിലോ കയറി ഞാൻ വിളിച്ചു കൂവണോ. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് 2 പ്രാവശ്യമായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ ഹരിഹരൻ സാറും ഷാജി സാറും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഒരു ഉഗ്രൻ ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഹരിഹരൻ സാർ എന്നോട് പറഞ്ഞു, മോനെ അത് ഒന്ന് ഒറ്റയടിക്ക് പറയാൻ നോക്ക്, മോൻ കുറച്ചുകൂടെ സമയം എടുക്കുക, എന്നിട്ട് പഠിച്ചിട്ട് വന്ന് പറഞ്ഞു. അപ്പം ഹരിഹരൻ സാർ ഒരു പുലിയാണെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സർഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. പുള്ളി ഏതൊക്കെ പടം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആകെ ഒരു സർഗം അറിയാം. അപ്പം പുള്ളി എന്നോട് വളരെ മര്യാദയ്ക്കാണ് മോനെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ കുറച്ചു നേരം പോയി പഠിച്ച് അങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു മതിലിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് ഇങ്ങനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു ദൂരത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ദൂരത്തേക്ക് എങ്ങനെ നോക്കാൻ പറ്റും? ഇപ്പോൾ എൻ്റെ ഏകദേശം ഹൈറ്റ് ഉണ്ട് ഈ മതിലിൽ, ഇത് അടുത്തല്ലേ മതിൽ, അപ്പോൾ ഞാൻ ദൂരത്തേക്ക് കയറി നോക്കും. അല്ല നീ ട്രൈ ചെയ്യുക. ഞാൻ സാർ ഞാനൊരു കാര്യം ചെയ്യാം, 2 സ്റ്റെപ്പ് പുറകെ വന്നിട്ട് ഞാൻ എത്തിവലിഞ്ഞ് നോക്കാം, അത് മതിയോന്ന് ചോദിച്ചു. മോനെ ഇവിടെ നിന്ന് ട്രൈ ചെയ്യേ. അപ്പോൾ ഞാൻ എന്തോ ട്രൈ ചെയ്തു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അളകാപുരി ഹോട്ടലിലാണ് ഹരിഹരൻ സാറും ഷാജി സാറും താമസിച്ചത്. അവരുടെ വണ്ടിയിൽ ഞാൻ ലൊക്കേഷനിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടി തന്നെ ഞാൻ തിരിച്ചു പോകുന്നു. എന്നിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ച് ഞാനാണ് ഹീറോ എന്നുള്ളത്. ഞാൻ തിരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ഹരിഹരൻ സാറിൻ്റെ വിളിയൊന്നുമില്ല. 2-3 ദിവസമായി. അല്ലെങ്കിൽ പുള്ളി മറ്റേ പല്ലിൻ്റെ കാര്യം പറഞ്ഞു, ക്യാമറമാനെ കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. ലാൻഡ് ലൈനാണ്, പക്ഷേ പുള്ളിയുടെ ലാൻഡ് ലൈനിൽ കോളർ ഐ ഡി ഉണ്ട്. പുള്ളി ഫോൺ എടുക്കില്ല. അങ്ങനെ ഫോൺ 2-3 പ്രാവശ്യം വിളിച്ചെടുക്കുന്നില്ല. അപ്പം ഞാനെടുത്താ എന്നാൽ പിന്നെ പോട്ടെ, നമ്മൾ ഇതൊന്നും വിചാരിച്ചല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് എയർടെല്ലിൽ നല്ലൊരു ജോലിയുണ്ടല്ലോ. സിനിമ അഭിനയിക്കാൻ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പോയെങ്കിൽ പോയി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ആരോടും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടില്ല. എൻ്റെ അന്ന് റൂം പാർട്ണർ വിപിൻ നന്ദഗോപൻ എന്ന് പറഞ്ഞ ഒരു എയർടെല്ലിൽ തന്നെ പ്രീപെയ്ഡിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പോസ്റ്റ് പെയ്ഡിലും പുള്ളി പ്രീപെയ്ഡിലും. അമൃത ഹോട്ടലിൽ ബാറിൽ ബിയർ അടിക്കാൻ വേണ്ടി ഇരിക്കുക. ചെറുതായിട്ടൊന്ന് പറഞ്ഞിങ്ങനെ. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈ പോയത് ഇൻ്റർവ്യൂവിനാണെന്നാണല്ലോ പറഞ്ഞത്. അത് ആക്ച്വലി നുണയല്ല, പക്ഷേ മറ്റുള്ള ജോലിയുടെ ഇൻ്റർവ്യൂവിന് ആയിരുന്നില്ല, സിനിമ ഇൻ്റർവ്യൂവിന് വേണ്ടിയായിരുന്നു. അപ്പോൾ വിപിൻ തൃപ്പൂണിത്തുറക്കാരനാണ്. വിപിൻ പണ്ട് തൊട്ടേ എറണാകുളത്ത് ഷൂട്ടിംഗ് ഒക്കെ കണ്ട് വളർന്ന ഒരാൾ. അതുകൊണ്ട് സിനിമ എന്നും പറഞ്ഞാൽ അങ്ങനെ എക്സൈറ്റഡ് ഒന്നുമല്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കസേരയാണ് ഞങ്ങളിരിക്കുന്നത് അവിടെ. ഡയറക്ടർ ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞ ആളാണ്. ഇത് കേക്കിലും പെട്ടെന്ന് ചെയറ് പുള്ളിയുടെ അടിയിൽ നിന്ന് പോയി. പുള്ളി എണീറ്റ് നിന്ന് ഹരിഹരനോ പറഞ്ഞതെ ഹീറോ ആയിട്ടോ? ഞാൻ പറഞ്ഞതെ പുള്ളി വന്ന സംഭവമാണോ? സൈജു അറിയില്ലേ, മറ്റേ വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, അത് ഇത് അമൃതംഗമയ. അപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് വലിയ പുലിയാന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടിയില്ല നമ്മുടെ മൊബൈലിൽ. പിന്നെ സിനിമാക്കാരെ അറിയില്ല ഇത് പുള്ളിയെ പറ്റി ആരുടെങ്കിലും ചോദിക്കേണ്ടത്. പിന്നെ ഇതുവരെയായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് വിപിൻ്റെയൊക്കെ പറയുവാണ്. മനസ്സിലാവോ ഇത് സംഭവമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മാവൻ്റെ ഒക്കെ ഇത് അമ്മയുടെ ഞാൻ പറഞ്ഞു. അത് അമ്മാവൻ്റെ ഒക്കെ പറയുന്നു. ഹരിഹരനോ വൻ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബിൽഡപ്പ്. അത് അമ്മ എന്നോട് പറയുന്നു. അപ്പം എനിക്ക് ഇതാകാൻ തുടങ്ങി, സിനിമ വേണം. അപ്പോൾ ഞാൻ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ വീണ്ടും വിളിക്കുമ്പോഴത്തേക്കും ഹരീഷ് ഫോൺ എടുക്കുന്നു. അത് പുള്ളിയുടെ അസിസ്റ്റൻറ്റ്. ഞാൻ പറഞ്ഞു ഹരീഷെ ഹരിഹരൻ സാറുമായിട്ടും സംസാരിക്കും. ഞാൻ അന്ന് വന്നില്ല എയർടെൽ സൈജു കുറുപ്പ്. മനസ്സിലായി. അത് സാറ് പൂജ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒന്ന് വിളിക്കാൻ പറയണേ. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ലീഗിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ പറയുകയാണ് തിരിച്ച് വിളിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളത്. ആ ലൈൻ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വളരെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തപ്പം അവരുടെ അമ്മയുടെ പറയില്ലേ, ആൻറ്റി ഒന്ന് അവനോട് വിളിക്കാൻ പറയട്ടെ, ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ വിളിക്കാൻ പറയാമെന്ന് പറയും. 2 ദിവസം പിന്നെ വീണ്ടും വിളിയില്ല. അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ അപ്സെറ്റ് ആകും. ഞാൻ വിളിച്ചിട്ട് പിന്നെ എന്താ വിളിക്കാൻ എന്നൊക്കെ ഉള്ളൂ. ഞാൻ വീണ്ടും വിളിക്കും. അപ്പോൾ ഹരീഷ് ഫോൺ എടുക്കും. അത് സാറ് സോങ് റെക്കോർഡിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ ഹരീഷ് ഒന്ന് വിളിക്കാൻ വേണ്ടി പറയാം. വിളിക്കാൻ പറയാം. പിന്നെ വിളിക്കില്ല. പിന്നെ ഞാനടുത്ത് വിട്ടേക്ക്. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വിടാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് 2 ഓഡിഷൻ ആയല്ലോ. ഈ 2 ഓഡിഷനിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പിടുത്തം കിട്ടി. ഇതൊരു നല്ല കഥാപാത്രമാണ്. അതായത് പോസിറ്റീവും നെഗറ്റീവും കലർന്നൊരു കഥാപാത്രമാണ്. ചെയ്യണമെന്നുള്ളൊരു ഇതായി. പിന്നെ ഓണം വരാറായി. ഓണത്തിന് 2 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഹരിഹരൻ സാറിനെ ഇന്നുകൂടെ വിളിച്ച് നോക്കാം. ഇന്ന് അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കുകയോ ഹരീഷ് എടുത്തിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചപ്പം പുള്ളിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഹലോ സാർ, ഞാൻ സൈജു കുറുപ്പ്, ട്രിവാൻഡ്രം എയർടെൽ. പറയാം എന്തൊക്കെയാണ്, എവിടെയാണിത്, ഒരു വിവരമില്ല. സാർ എന്താ സാർ ഈ പറയണത്? ഞാൻ സാറിനെ എത്ര പ്രാവശ്യം വിളിച്ചു. അപ്പോൾ സാറിൻ്റെ മറ്റേ അസിസ്റ്റൻറ്റ് ഹരീഷ് സാറ് പൂജയിലാണ്, ഇതാണ് സാറിൻ്റെ. ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയുടെ എന്നെ തിരിച്ചു വിളിക്കാനുള്ളൂ. സാർ എന്നെ വിളിച്ചു പോലും ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. ഇപ്പം എന്താ വിളിക്കാൻ കാരണം? അല്ല സാർ അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണേ. സാർ ഞാൻ എയർടെൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ എനിക്കവിടെ നേരത്തെ ഇപ്പോൾ 1 മാസമൊക്കെ വേണ്ടി വരുമല്ലോ നമുക്ക് ലീവ്. അപ്പോൾ നേരത്തെ എനിക്ക് ഇവിടെ പറയേണ്ടി വരും. സാർ പെട്ടെന്ന് വിളിച്ചിട്ട് മറ്റന്നാൾ ഷൂട്ട് സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് നീ എന്തിനാ ലീവ് എടുക്കുന്നത്? ഞാനല്ലേ ഹീറോ? അല്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അല്ല അത് ഞാനും ഷാജിയും കൂടെ പറയുമായിരുന്നു.
നമുക്ക് ഒറ്റടിക്ക് ഡയലോഗ് പറയുന്ന ആൾക്കാരാണല്ലോ വേണ്ടത്. അവൻ സിം വിട്ടോണ്ട് നടന്നോട്ടെ, അതാണ് അവന് നല്ലത്. ഞാൻ സാർ എനിക്കൊരു ചാൻസും കൂടെ തരാമോ? ചാൻസോ? ഞാൻ സാർ ഒരു പ്രാവശ്യം കൂടെ എന്നെ കൊണ്ടുവന്ന ഡയലോഗോ ഞാൻ എത്ര വലിയ ഡയലോഗാണെങ്കിലും ഞാൻ ഒറ്റടിക്ക് പറയും. അറിയോ ഷുവർ? എന്നൊരു കാര്യം ചെയ്യുക, സൺഡേ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ വൻ കോൺഫിഡൻ്റ് ആണ്. ചെന്നൈ ചെന്നിറങ്ങുന്നു, കഥ മനസ്സിലായി, പരിപാടി ആളാരെന്ന് മനസ്സിലായി. അവിടെ ചെന്നു, എന്നെ പാട്ട് കേൾപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 2-3 പാട്ടുകൾ എന്നെ കേൾപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭഗവതി കാവിൽ വെച്ചെന്നുള്ള പാട്ടാണ്. എങ്ങനെയുണ്ട് പാട്ടുകളെന്ന് ചോദിച്ചു. ഈ പാട്ടുകളൊക്കെ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, ഭഗവതി കാവിൽ വെച്ചെന്നുള്ള പാട്ട് അടിപൊളി പാട്ടാണ്, മറ്റൊന്നും അത്ര സുഖമില്ല. അപ്പോൾ പുള്ളി ചിരിച്ചു. ശ്രീകുമാർ നിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടുകൊണ്ടാണോ ആ സ്നേഹം ഈ പാട്ടിനോട്? ഞാൻ പറഞ്ഞല്ല സാർ, അതൊന്നുമല്ല, പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു രസമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ശ്രീകുമാർ സാറിൻ്റെ ഫാനാണ്. ഓക്കെ മുൻ പോയി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാം. കാരണം മേളിപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ചെയ്തിട്ട് വരുന്നു. അപ്പോൾ അന്നൊരു തെലുങ്ക് ഒരു പെൺകുട്ടിയായിരുന്നു ഈ മമതയുടെ ഓഡീഷന് വേണ്ടി വന്നിരുന്നത്, മമതയുടെ ക്യാരക്ടറിൻ്റെ ഓഡീഷന്. അപ്പോൾ എനിക്ക് ചെറിയ ഡയലോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി കുറച്ചൊരു വലിയ ഡയലോഗ്സ് ആയിരുന്നു. അവർ മലയാളം അറിയാത്തതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നു. അതൊക്കെ ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ എനിക്കും ആ പ്രശ്നം തന്നെയായിരുന്നല്ലോ. എനിക്ക് മലയാളം അറിഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മലയാളം അറിയാത്തൊരു കുട്ടി. അന്ന് ഞാൻ പിന്നെ ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിൽ വരുന്നു. നാഗർകോവിലെത്തിയപ്പം എനിക്ക് ഹരിൺ സാറിൻ്റെ രാവിലെ ഒരു 7-7:15 എനിക്ക് കോൾ വരുന്നു, യു ആർ സെലക്റ്റഡ്. അപ്പോൾ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക, നമ്മൾ ഈ സമയത്തായിരിക്കും തുടങ്ങുന്നത്. സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ പറയുന്നു. വീട്ടിൽ പറഞ്ഞതിന് ശേഷം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മാസത്തെ ലീവ് എടുക്കണം. അത് എയർടെല്ലിന് സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെയും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി. എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ജോലി വിടാൻ സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ അപ്പം പിന്നെ MG ശ്രീകുമാർ സാർ എന്നെ വിളിക്കുന്നു, വീട്ടിലേക്ക് വരാൻ പറയുന്നു. സൈജു എന്താ ഇത്? ഹരൺ സാർ പറയുന്നു സൈജു അഭിനയിക്കുന്നില്ല എന്ന്. ഭയങ്കര ലക്കല്ലേ, നിൻ്റെ ലക്ഷത്തിലൊരാൾക്ക് കിട്ടുന്നതല്ലേ? അപ്പോൾ അങ്ങനെ ശ്രീകുമാർ സാർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഉറപ്പിക്കുന്നു. ഞാൻ വീട്ടിൽ പോലും പറയാണ്ട് ഞാൻ എൻ്റെ ബോസ് അലക്സിനെ വിളിച്ച് പറയുന്നു, അലക്സ് ഐ എം പുട്ടിങ് മൈ പേപ്പേഴ്സ്, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്. ബട്ട് അലക്സ് വാസ് എ വെരി സപ്പോർട്ടീവ് ഗായ്. അലക്സ് അത് നമ്മുടെ COO ആയിട്ട് സംസാരിച്ച് അങ്ങനെ എനിക്ക് 2 മാസത്തെ ലീവ് കിട്ടുന്നു. അങ്ങനെ ജോലിയും പോകാണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ അവസാനിച്ചു. ഈ മയൂഖം ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു അല്ലേ? ആ ഫസ്റ്റ് മൂവിയുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. അതിൻ്റെ റിലീസ് ഡേറ്റ് വരുന്നു, പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? റിലീസാകുന്നവരെ ഓക്കെ ആയിരുന്നു. പക്ഷേ റിലീസിന് ശേഷം ഭയങ്കര ഒരു എന്താണ്, അങ്ങനെ ആളുകൾ കയറിയില്ല. ബോക്സ് ഓഫീസിൽ അങ്ങനെ അത് വർക്കായില്ല. സോ കുറച്ചൊരു ഭയങ്കര വിഷമമുണ്ടായി. നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്ന അവിടെ എന്തായാലും ആൾക്കാർ കാണുമല്ലോ. ഹരിഹരൻ ഡയറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന പടം നമുക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആ ഒരു ഷോട്ട് എടുക്കുന്നു, ഡയലോഗ്സ് പറയുന്നു അല്ലേ, സജഷൻ ഷോട്ട് എടുക്കുന്നു, ഇതൊക്കെ പുതിയതല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ആക്ച്വലി. എനിക്കങ്ങനെ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ബിക്കോസ് ഓൾറെഡി എൻ്റെ കയ്യിലൊരു ജോലിയുണ്ട്. എൻ്റെ കരിയർ സിനിമയല്ലല്ലോ. അല്ല, ഞാൻ കുറച്ച് ഈസിലായിരുന്നു. പിന്നെ ഈ ഡയലോഗ് തെറ്റിക്കൽ അന്നും തെറ്റിച്ചിരുന്ന് ഇപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പുത്തിരിയല്ല. അന്ന് യങ്ങായിരുന്നപ്പോഴും ഞാൻ തെറ്റിക്കുമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചൊക്കെ നമ്മൾ എന്താണ് പ്രായമാകുന്നതോറും നമുക്ക് അത്രയും മെമ്മറി ഇല്ലാണ്ടൊക്കെ ആകുമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ അത് പറഞ്ഞ പോലെ ഇപ്പോഴും തെറ്റിക്കാറുണ്ട്. അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. ഫസ്റ്റ് മൂവി ബോക്സ് ഓഫീസ് ഒന്നും നേടുന്നില്ല, പക്ഷെ വലിയൊരു ഡയറക്ടറുമായിട്ട് അഭിനയിക്കുന്നു. അതിൻ്റെ ഹാങ് ഓവറും അതിൻ്റെ വിഷമങ്ങളും വീണ്ടും എയർടെല്ലിലേക്ക് തിരിച്ച് ജോലിക്ക് പോവുകയാണോ? എയർടെൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇത് റിലീസായത്. ബിക്കോസ് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 10 months ഫോർ ദിസ് മൂവി ടു റിലീസ്. ജാനുവരി വരെ ഷൂട്ട് ചെയ്തു 2005. അതായത് 2004 ഡിസംബർ തൊട്ട് ജാനുവരി വരെ. ആൻഡ് ഇറ്റ് റിലീസ്ഡ് ഓൺ November 5th 2005. അപ്പോൾ അത്രയും മാസങ്ങളെടുത്തു. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് മാരിഡ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് എയർടെല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. സോ വിൽ ബി ബാക്ക് വിത്ത് മോർ വിശേഷങ്ങൾ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സൈജു കുറുപ്പ്. സ്റ്റേ കണക്റ്റഡ്. വെൽക്കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സൈജു കുറുപ്പ് ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നലൻ. അപ്പോൾ അങ്ങനെ മയൂഖത്തിൽ ഹീറോ ആവുന്നു ബാക്കിൽ. പിന്നെ അങ്ങോട്ട് ഹീറോ ക്യാരക്ടേഴ്സ് അന്വേഷിച്ച് വരും. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാളുമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഞാൻ കേൾക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഒരു ഇന്നസെൻസ് ഉണ്ടെങ്കിലും ഒരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അത് എനിക്ക് അഭിനയം അറിയില്ലാത്ത സമയത്തും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ അഭിനയം അറിയില്ല, അത് വേറെ കാര്യം. താങ്കൾ ചോദിച്ച പോലെ പിന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സിനിമ കരിയറായിട്ട് എടുത്തതിന് ശേഷം, ഇതാണ് എൻ്റെ ലൈഫ്. സെയിൽസിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയപ്പോഴേ ഞാൻ ഭയങ്കര ലോല ഹൃദയൻ, എനിക്കതൊന്നും താങ്ങില്ല.
തുടക്കത്തിൽ അതൊക്കെ തുടങ്ങിയില്ല. ഞാൻ ഇപ്പോൾ സിനിമ വന്നില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ സെയിൽസ് വിട്ടിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും കരഞ്ഞ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ കല്യാണവും കഴിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു. വൈഫും സെയിൽസിലായിരുന്നോ? അല്ലല്ല, വൈഫ് കസ്റ്റമർ കെയർ. വൈഫിന്റെ പേര് അനുപമ. ഓക്കെ. അനുപമ ലൈഫിൽ വന്നതിന് ശേഷമാണോ ഈ ഫിലിം ഇൻഡസ്ട്രി അങ്ങ് സീരിയസ് ആക്കുന്നത്? അനുപമയായിട്ട് ഓൾറെഡി എന്താണ് വി വെർ ഇൻ ലവ്. ആ സമയത്താണ് സിനിമയിൽ സെലക്ട് ആവുന്നത്. ഇതെല്ലാം അനുപമയായിട്ട് ഷെയർ ചെയ്യും? ഇതെല്ലാം ആ സമയത്ത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓഡീഷന് പോകുന്നത് പോലും എനിക്ക് വന്ന ഫസ്റ്റോ സെക്കൻഡോ ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇത് വർക്കൗട്ട് ആകില്ലെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല, അനുവിനോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ റൂം പാർട്ണർ, ഞാനന്ന് റൂം പാർട്ണറായിട്ടാണല്ലോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പക്ഷേ വിപിനോട് പോലും ഞാൻ പിന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2005 നവംബറിൽ പടം റിലീസാവുന്നു. അതിനുശേഷം ഇറ്റ് ഡിഡ്ന്റ് വർക്ക് വെൽ അറ്റ് ദ ബോക്സ് ഓഫീസ്. 2006 March 31st I quit my job from BPL Mobile. And then again I start searching for movies. ഈ പടം കണ്ടിട്ട് ആരും വിളിച്ചൊന്നുമില്ല? പടങ്ങൾ എനിക്ക് മയൂർ റിലീസാകുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നു. ഒരു 40ഓളം ഓഫേഴ്സ് എനിക്ക് വന്നായിരുന്നു. ബട്ട് ആ സമയത്ത് വീണ്ടും ഞാൻ ലീവ് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തില്ല. പടം വന്നിട്ട് പടം വർക്കൗട്ട് ആയില്ല. അതിനുശേഷം എന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 പടത്തിലൊക്കെ വിളിച്ച് കാണും. പക്ഷേ ഞാനൊന്നും എടുത്തില്ല. അപ്പോൾ ജനറലി അപ്പം ആൾക്കാർ പിന്നെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവൻ വർക്ക് ചെയ്യുകയാണ്, ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻഡസ്ട്രി ടോക്ക് വരും. അങ്ങനെ ഒരു വലിയ ടോക്ക് ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും വിളിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ ലയൺ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അപ്പോൾ അതൊരു 2 days അഭിനയിച്ചു. അത് ക്രിസ്മസ് 2005 ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ സമയത്താണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ ഞാൻ തേർഡ് മൂവി ഞാൻ ചെയ്യുന്നത് ജയരാജ് സാറിൻ്റെ അശ്വരൂഢൻ. അത് ഞാൻ ജയരാജ് സാറിനെ കോട്ടയത്ത് പോയി കണ്ടു. അദ്ദേഹം സുരേഷ് ഏട്ടനെ വെച്ചൊരു പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോയി ഞാൻ ചാൻസ് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ അകത്ത് പുള്ളി എന്നെ കാസ്റ്റ് ചെയ്യുകയും പിന്നെ ചാൻസ് ചോദിക്കൽ പിന്നെ അങ്ങ് തുടങ്ങി. ഞാൻ 3 മാസം കൂടുമ്പോഴൊക്കെ ഒരു സിനിമ കിട്ടുകയും പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു സിനിമ കിട്ടും. അങ്ങനെയൊക്കെയുള്ള പേയ്മെന്റ് ഒന്നും കാണത്തില്ല, ചെറിയ ആക്ടിങ് അല്ലേ, അപ്പം അതുകൊണ്ട് പേയ്മെന്റ് ഒക്കെ കുറച്ച് കണക്കല്ലേ, ചാൻസസ് കിട്ടുന്നു ഫിലിമില്. അതെ. പിന്നെ ഞാൻ പേയ്മെന്റ് അന്ന് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല ആദ്യത്തെ ഒരു 2-3 വർഷം. കാരണം എനിക്കും സേവിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ അത്ര നാളും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചാൻസുകളായിരുന്നല്ലോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നാൾ വൈഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു. അങ്ങനെ പിന്നെ എല്ലാം ബാലൻസ് ചെയ്ത് പോയി. അങ്ങനെ 2012 സെപ്റ്റംബർ 21st ആണെന്ന് തോന്നുന്നു. അന്ന് ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസായപ്പോഴാണ് എനിക്ക് ദ സോ കോൾഡ് ബ്രേക്ക് കിട്ടിയത്. റെക്കഗ്നിഷൻ. അത് അതിനുശേഷം പിന്നെ എനിക്ക് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എനിക്ക് സിനിമകളുണ്ട്. അത് മെയിൻ സ്ട്രീം സിനിമകൾ. മയൂഖം തൊട്ട് എൻ്റെ ഫസ്റ്റ് പടം തൊട്ട് 2012 വരെ 8 വർഷമാണ്. ആ 8 വർഷം കൊണ്ട് ഞാൻ 28 പടങ്ങൾ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് 29ാമത്തെ പടം. അവിടെ തൊട്ട് ഒരു 8 വർഷം എടുക്കുകയാണെങ്കിൽ ഞാൻ 100 പടങ്ങൾ കവർ ചെയ്തു. ടോട്ടൽ 100 പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് 72 പടങ്ങൾ ഞാൻ അടുത്ത 8 വർഷം കൊണ്ട് ചെയ്തു. മറ്റേത് എനിക്ക് 28 പടങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് മെയിൻ സ്ട്രീം സിനിമാസ് ചിലപ്പോൾ ഒരു 5-6 ആയിരിക്കും. ഹെലോ, ചോക്ലേറ്റ്, മുല്ല പോലത്തെ സിനിമകൾ. ബാക്കിയെല്ലാം അങ്ങനെ ഒരു ഭയങ്കര മെയിൻ സ്ട്രീം സിനിമാസ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഈ 2012 ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം മിക്കവാറും തന്നെ മെയിൻ സ്ട്രീം സിനിമാസ്. 2008 സമയത്തൊക്കെ സൈജു ഗോ ത്രൂ ചെയ്യുന്ന ഒരു മെൻ്റൽ സിറ്റുവേഷനുണ്ട്, ഒരു ഫൈറ്റുണ്ട്, ഒരു സ്ട്രഗിളുണ്ട്. പേര് പോലും സൈജു കുറുപ്പ് എന്നുള്ള പേര് പോലും മാറ്റി. അതെ, അഭിജിത്ത് അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ. അനിരുദ്ധ് എന്നാണ് പേര് മാറ്റുന്നു. അതും എനിക്ക് ചില മാഗസീൻസിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാനായിട്ട് റിക്വസ്റ്റ് ചെയ്തത് ഇടാൻ വേണ്ടി പറഞ്ഞതാണ്, ആൾക്കാർ അറിയട്ടെ ഞാൻ പേര് മാറ്റിയ കാര്യം. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. വീണ്ടും സൈജു കുറുപ്പ്. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചതല്ല, ആരും എന്നെ വിളിക്കുന്നില്ല. ഒരാളെങ്കിലും ഞാൻ എന്നെ തന്നെയെങ്കിലും വിളിക്കണ്ട. ഞാൻ തമിഴ് പടത്തിലാണ് പേര് മാറ്റിയത്. അവിടെ ചെന്ന് അപ്പം അവരോട് ഞാൻ അനിരുദ്ധ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ അനിരുദ്ധ എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിയേക്കൂല. എന്നെയാണ് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവൂല. അപ്പം ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ പേര് അനിരുദ്ധാന്ന്. അപ്പോൾ നാട്ടുകാർ ചെയ്യോ? അപ്പോൾ അങ്ങനെ. പക്ഷെ നാട്ടുകാരെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ, അവർ എന്നെ അറിഞ്ഞിരിക്കുന്നത് സൈജു കുറുപ്പ് എന്നാണ്. അപ്പോൾ അവർ സൈജു കുറുപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല. എനിക്ക് ആ പേര് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. സരോജ് കുമാർ എന്ന് ഞാൻ പറഞ്ഞിട്ടും എന്നെ ആൾക്കാർ അയ്യപ്പ. അതെ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പോയതാണ്. ഞാൻ ആലോചിക്കുകയും ചെയ്ത് ഞാനൊരു, കാരണം ആ സമയത്തൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയുള്ളപ്പോൾ എൻ്റെ ഇങ്ങനെ പറയാറുണ്ട്, സൈജു പേര് മാറ്റി അനിരുദ്ധമാണ്. പുള്ളി ഒരു സ്ക്രീൻ നെയിം കൊണ്ടുവരണം. ആ സ്ട്രഗിളിനെ പറ്റിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ആ സ്ട്രഗിൾ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഇൻഡസ്ട്രി നമുക്ക് പറ്റിയതല്ല, വേറെ ജോലി അന്വേഷിക്കും. അത് തോന്നിയിട്ടുണ്ട്, പല വട്ടം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇൻഫാക്ട് ജോജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ജോജോ. അവൻ ഇവിടെ എയർടെല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ അവിടുത്തെ ടെലികോമിലായിരുന്നു. സോ ഇൻഫാക്ട് 2009
ആണോ 2008 ആണോ? ആ സമയത്ത് ഞാൻ എൻ്റെ റെസ്യൂമൊക്കെ ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട്, പക്ഷേ അപ്ഡേഷൻ ഒന്നും നടക്കില്ല. ആക്ടഡ് ഇൻ മൂവീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാര്യമില്ല. അപ്പം പൊടി തട്ടിയെടുത്ത് ഇത് ഇവന് അയച്ചു കൊടുത്ത് എന്തെങ്കിലും അവിടെ വല്ല പരിപാടി നടക്കുമെന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. ഈ ട്രിവാൻഡ്രം ലോഡ്ജിലപ്പോൾ എങ്ങനെ എത്തിപ്പെടുന്നത്? ഈ പറഞ്ഞ 2008 ആണോ 2009 ആണോ ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞ VKPയുടെ പടം റിലീസായി, ജയസൂര്യ അഭിനയിക്കുന്നത്. ആ പടം ഞാൻ പോയി കണ്ടു. സവിതയിലായിരുന്നു തോന്നുന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. PRO ദിനേശ് ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ എനിക്ക് ഞാൻ VKPയുടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. ഹലോ പ്രകാശ് സാർ, ഞാൻ സൈജു കുറുപ്പാണ്, ഹരിഹരൻ സാറിൻ്റെ മയൂഖം എന്ന് പറഞ്ഞ. ഏട്ടാ അറിയാം, നീ പറഞ്ഞോ. ഞാൻ നല്ല സാർ, ഞാൻ പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉറപ്പാണോ ഇഷ്ടപ്പെട്ടെന്ന്? ഞാൻ പറഞ്ഞു സാർ ഇഷ്ടപ്പെട്ടു. പോടാ പുള്ളി ഇങ്ങനെയൊക്കെയാണ്, പോടാ സത്യം പറ. ഞാൻ സാർ എനിക്ക് ഇഷ്ടപ്പെട്ടു സാർ. ഞാൻ ആക്ച്വലി വിളിച്ചത് എനിക്ക് സാറിൻ്റെ കമേഴ്ഷ്യൽസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പം ഇമെയിൽ മെസ്സേജ് ചെയ്യാം, അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് അയച്ചു. 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുർക്കുറയുടെ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആഡ് സിമ്രനുമായിട്ട് ചെന്നൈയിലെ ഷൂട്ട്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ചാണ് ഞാൻ VKP ഫോണിൽ കൂടെ സംസാരിച്ചിട്ടേ ഉള്ളൂ. സാക്ഷാൽ VKP ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുക. ഞാൻ ഫോട്ടോ അയച്ചത് എനിക്ക് കുറച്ച് തടിയുള്ളപ്പോഴുള്ള ആ ഫോട്ടോസ് ഞാൻ അയച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിമ്രൻ്റെ പേരാണ് ഞാൻ. അപ്പോൾ സിമ്രൻ എനിക്കൊന്ന് അന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിരുന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ മെലിഞ്ഞും ഇവരിങ്ങനെ ആയപ്പോഴത്തേക്കും അവിടെ ഏജൻസിക്കാർ VKPയും എല്ലാവരും കൂടെ അവിടെ ഭയങ്കര സംസാരം, ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാനവിടുത്തെ എൻ്റെ മുഖം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. VKPക്കല്ല, ഇവരെ ഹിന്ദിക്കാരാണല്ലോ, ഇവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മിക്കവാറും എന്നെ കട്ട് ചെയ്യും. എൻ്റെ അസോസിയേറ്റ് സജീവ് ബത്തേരിയാണോ ആരോ, അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ സംഭവം, ഞാനാണോ പ്രശ്നം? അല്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അത് VKP ഹാൻഡിൽ ചെയ്തോളും. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവമുണ്ട്, കണ്ടിട്ട് അനിയനെ പോലെ ഇരിക്കുന്നതാണ് പറയണത്. ഞാൻ മെലിഞ്ഞല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ കട്ട് ചെയ്യോ? ഇല്ല അത് VKP മാനേജ് ചെയ്യും. അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അനിയനെ പോലെ ഒന്നും അല്ല ഇരിക്കുന്നത്, അത് ചുമ്മാ ഒരു പറഞ്ഞത്. യൂട്യൂബിലുണ്ട് ആഡ് ഇപ്പോഴും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ വിത്ത് VKP. അതിനുശേഷം പിന്നെ VKP എന്നെ അടുത്തൊരു ആഡിൽ ഞാൻ ഓഡിഷൻ കൊടുക്കുന്നു, ആദിത്യ ബിർള റൂഫ് ഷീറ്റ്. അതിൽ ഓഡിഷൻ കൊടുത്തു. അപ്പോൾ VKP പിന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കും ഡോണ്ട് കോൾ മീ സർ, കോൾ മീ VKP, എവരി വൺ കോൾസ് മീ VKP. അപ്പം പിന്നെ VKP ആയി. ഈ VKP എന്ന് വിളിച്ചു തുടങ്ങിയ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. അപ്പോൾ നമുക്കും ആ ഒരു വാളില്ലാണ്ടായി. പിന്നെ നമ്മുടെ സുഹൃത്തിനെ പോലെ പിന്നെ പുള്ളി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ കർമ്മയോഗി എന്ന് പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷൻ മലയാളത്തിൽ അത് ചെയ്യുന്നു. ഇന്ദ്രിയത്തായിരുന്നു ഹാംലെറ്റ് ആയിട്ട് അഭിനയിച്ചത്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. കർമ്മയോഗി എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് VKPയുടെ ലാസ്റ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് മൃദുൽ നായർ, ഹു ലേറ്റർ ഓൺ ബിക്കേം ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വിത്ത് ബിടെക്കിലാണ് അഭിനയിച്ചത്. അപ്പോൾ മൃദുലിനെ ആ സമയത്ത് ഞാൻ പരിചയപ്പെടുന്നത്. മൃദുലാണെന്നാണ് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വാവച്ചേട്ടൻ പറഞ്ഞത്. VKP ഓർപ്പിച്ചത് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് സൈജു ഗ്രൂപ്പ് ചെയ്താൽ നന്നായിരിക്കില്ല എന്ന്. അങ്ങനെയാണ് VKP, ബിക്കോസ് VKPയുടെ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹി മൈറ്റ് നോട്ട് വെരി ട്രൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അനൂപ് മേനോനുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പല യങ്സ്റ്റേഴ്സും ഇപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അല്ലാത്തവരൊക്കെ പലരും വന്നിട്ട് എന്നോട് സംസാരിക്കും. എൻ്റെ ഒരു കരിയറിൻ്റെ ജേർണി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻസ്പയറിംഗ് എന്ന് അവർ പറയാറുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നത് നമ്മൾ എന്താണ് കാശ് ചോദിക്കുമല്ലോ, ഒരു അവസരമല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്നുള്ളത് യങ്സ്റ്റേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയുന്നത് VKP അന്ന് പോസിറ്റീവ് കണ്ടിട്ട് ഒറ്റ ഫോൺ കോളാണ് VKP വിളിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ആഡ്സിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. ആ ഒരു ഫോൺ കോൾ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ 10 സിനിമകളിൽ അഭിനയിച്ചു, 9 നാഷണൽ ആഡ്സിൽ അഭിനയിച്ചു. എനിക്ക് ബ്രേക്ക് കിട്ടിയതും പുള്ളിയുടെ പടത്തിലാണ്. അന്ന് ഞാൻ ചാൻസ് ചോദിക്കാൻ മടി കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ബ്രേക്കും കിട്ടില്ല, ഇത്തരം പടങ്ങളിൽ അഭിനയിക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും VKP ആക്ച്വലി എന്നെ വിളിച്ച പടങ്ങളിൽ ഞാൻ എല്ലാ പടത്തിലും അഭിനയിച്ചിരുന്നെങ്കിൽ 14 പടമാണ് എതിരായിട്ട്. ചില പടങ്ങളിൽ എനിക്ക് ഡേറ്റ് ഇല്ലാത്തത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പോലെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദിനേശ് പ്രഭാകർ ഇതാണ് പറഞ്ഞു, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതെ. കാരണം പുള്ളിയുടെ ഒരു ഇൻസ്പയറിംഗ് ജേർണി ആയിരുന്നു. കാരണം 1983 റോള് ക്രിക്കറ്റും ഒക്കെ കണക്ട് ചെയ്ത് അത് സെൽഫ് ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്രിക്കറ്റ് ബേസ് ചെയ്തൊക്കെ പിക്ക് ചെയ്യാനും. അതിൽ എൻ്റെ ക്യാരക്ടർ പോലത്തെ ക്യാരക്ടേഴ്സ് എല്ലാ ക്രിക്കറ്റ് ലവിങ് അല്ലെങ്കിൽ ഏത് സ്പോർട്ടിനെയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ചേട്ടൻ കാണും. ജീവിതത്തിൽ പല സമയത്തും എനിക്ക് അങ്ങനത്തെ ചേട്ടന്മാർ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്.
3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ അന്ന് ലെതർ ബോൾ വെച്ചില്ല, കോർക്ക് ബോൾ എന്ന് പറഞ്ഞൊരു ബോളാണ്. അപ്പോൾ ഞാൻ കളിക്കുന്നത് റബ്ബർ ബോൾ വെച്ച് അല്ലെങ്കിൽ സ്പോഞ്ച് ബോൾ വെച്ചിട്ടാണ്. നമ്മൾ ടേപ്പ് പറ്റും. അത് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള അറിയുന്നത്. അപ്പോൾ നമ്മൾ കളിക്കും. അങ്ങനെ മാത്യൂസ് എന്ന് പറഞ്ഞ അവിടെ നമ്മുടെ കാംഠിയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടനുണ്ട്. മാത്യു, പക്ഷേ ചേട്ടനൊന്നുമല്ല വിളിച്ചോണ്ടിരുന്നത്, മാത്യൂസ് തന്നെ വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇവർ കോർക്ക് ബോൾ വെച്ച് കളിക്കും. അപ്പം എനിക്ക് കോർക്ക് ബോൾ വെച്ച് കളിക്കണം. ഹെൽമെറ്റ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഗാർഡും പാഡും എൽബോ ഗാർഡും ഗ്ലൗസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഹെൽമെറ്റ് ഇല്ല. ഈ മാത്യൂസിന്റെ കപിൽ ദേവിന്റെ പോലത്തെ ഒരു ബോളിംഗ് ആക്ഷൻ ആയിരുന്നു. അത് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അത് കപിൽ ദേവ് ഭയങ്കര ഫേമസ് ആണല്ലോ അന്ന്. അപ്പം നന്നായിട്ട് കളിക്കും, നന്നായിട്ട് നല്ലപോലെ സംസാരിക്കും. ഈ ബാക്കിയുള്ള ചേട്ടന്മാരെ പോലെ അലമ്പല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര അഡ്മിറേഷനാണ് മാത്യൂസിനോട്. അപ്പോൾ മാത്യൂസിനോട് ഞാൻ പറയും, മാത്യൂസ് मेरे को भी खेलना यार. അപ്പോൾ മാത്യൂസ് അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ ഇറക്കി. അപ്പം ബാക്കിയുള്ള ചേട്ടന്മാർ പറഞ്ഞ്, അപ്പോൾ ഈ ഇസ്ക ഹൈറ്റ് तो पैड जितना है, പാഡിൻ്റെ അത്ര ഹൈറ്റ് ഉള്ള നിൽക്കുന്നു. അതവർ എക്സാജറേറ്റ് ചെയ്തതാണ്. പാഡിൻ്റെ കാലമൊക്കെ ഹൈറ്റ് ഉണ്ട്, പക്ഷേ പാഡിൻ്റെ അത് ഇവിടെ വരെയും വരുമായിരുന്നു. അപ്പം ഞാൻ പാഡിട്ട് ഞാൻ കളിക്കുവാണ് കേട്ടോ. അപ്പം മാത്യൂസ് ആണ് ഏറ്റവും സ്പീഡിൽ പേസ് ബോളർ. മാത്യൂസ് പക്ഷേ ഞാനായതുകൊണ്ട് എനിക്ക് അവിടെ എങ്ങനെ കൊണ്ടാലോ എന്ന് ഓർത്തിട്ട് സ്ലോ ബോളാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും ആ ദാക്ഷിണ്യൊന്നുമില്ല, പക്ഷേ അവർക്കൊന്നും അത്രയും പേസ് ഇല്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ 28 റൺസ് എന്തോ അടിച്ചു. അപ്പോൾ അന്ന് മാത്യൂസ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പോൾ ബച്ചാ സംജാന ക്വാർട്ടർ സെഞ്ചുറി മാറാവുന്നതെന്ന്. അത് കൊച്ചാന്ന് വിചാരിച്ചല്ലേ അവൻ ക്വാർട്ടർ സെഞ്ചുറി അടിച്ചെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീലുണ്ട്, പൊളി. നമ്മൾ എങ്ങോട്ടേ പോകുന്നത് എന്തായിരുന്നു ചോദിച്ചത്? 1983. 1983. അപ്പം മാത്യൂസിനെ പോലത്തെ ഞാൻ വേറെ റൂട്ടിലേക്ക് പോയി. മാത്യൂസിനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഷൈൻ്റെ ലൈഫിലുള്ള 2 ചേട്ടന്മാരുടെ ക്യാരക്ടേഴ്സ്, ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചേട്ടന്മാരുടെ ക്യാരക്ടേഴ്സ് ഒന്നിച്ചതാണ് ഈ പപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മനസ്സിലായി. 1983 ഞാൻ ചാൻസ് ചോദിച്ചു കയറിയതാ. കാരണം ഹീറോ ആയിട്ട് നിൽക്കാൻ വരുന്നു. ഹീറോ പ്രതീക്ഷകളുണ്ട്? ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ ഫസ്റ്റ് ഇവിടെ തന്നെ എനിക്ക് ഹീറോ പ്രതീക്ഷയില്ലല്ലോ. ഇല്ല. ഹീറോയിസം ഈ ക്യാരക്ടർ റോൾസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ വലിയ കോംപ്ലക്സ് ഒന്നുമില്ല. നമുക്ക് ജീവിച്ചു പോയാൽ മതി. ജീവിക്കാൻ ജോലി വേണം. ജോലിയിൽ നിന്ന് കാശ് കിട്ടും, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്കിവിടെ വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല. അതെ, നമുക്ക് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതൊക്കെ ബോണസാണ്. അല്ലാണ്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. സിനിമയിൽ വന്നതിന് ശേഷമാണ് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തത്. ഞാൻ കരിയറായിട്ട് ഇത് ശേഷം ഹോംവർക്ക് ചെയ്യാറുണ്ടോ ഈ ക്യാരക്ടേഴ്സിന് റോൾസ് തരുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ അത് സംഹൗ ഐ ഗെറ്റ് ദാറ്റ് മീറ്റർ ക്യാരക്ടർ. ആകെ ഒരു പടത്തിന് മാത്രം ഞാനിപ്പം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഒരു ഓൺകോളജിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. ഡോക്ടറുടെ ബോഡി ലാംഗ്വേജ്. സോ ആ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ പ്ലോട്ടാണ് പറഞ്ഞത്. പ്ലോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിനകത്ത് ഭാഗമാകുന്നത് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു സംഭവമാണ്. അതിൻ്റെ ഹോംവർക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അൽത്താഫിൻ്റെ പറഞ്ഞു, അൽത്താഫ് എനിക്ക് അപ്പം അൽത്താഫിന് പരിചയമുണ്ട് നമ്മുടെ അന്ന് ആസ്ട്ര മെഡിസിനിലെ ഓൺകോളജിസ്റ്റുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു 1-2 ബോഡി ലാംഗ്വേജ് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് ദ ഓൺലി ഹോംവർക്ക് ഐ ഡിഡ് ഫോർ എനി ക്യാരക്ടർ. ആ ഒറ്റ ക്യാരക്ടർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇപ്പം എൻ്റെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്ക് ഓൺ ലൊക്കേഷൻ അങ്ങ് ചെയ്യുമ്പോൾ അങ്ങനെ വന്നു പോയതാണ്. ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് നിൽക്കുന്ന അറക്കൽ അബുവിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്. After a break, you are in conversation with Saiju Kurupu and this is Shine with Nalan, the tea break. Welcome back. You are in conversation with Saiju Kurupu and this is Shine with Nalan. Ba, ഒരു ഹെർബൽ ടീ ഒക്കെ അടിക്കാം നമുക്ക്. യെസ്, ഹെർബൽ ടീ തൊണ്ടയൊക്കെ ഒന്ന്. നൈസ്, വെരി നൈസ്. എള്ളുണ്ട എടുക്കുക, ലോക പ്രശസ്തമാണ്. ഇത് മൊത്തം കുടിച്ചിട്ടങ്ങ് വയ്ക്കാം. അല്ല, നൈസ്. ഇത് കുടിച്ചോണ്ടിരിക്കുമ്പം താങ്കൾ ആദ്യം ആട് ലൊക്കേഷനെ ഒന്ന് കാണുകയും ഇപ്പോൾ വിജയേട്ടൻ ഇങ്ങനെ നമുക്ക് അവിടെ പോവാം, ഒരു പുള്ളിയുടെ കൂടെ വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു പച്ച മുണ്ടെടുത്തിട്ടായിരുന്നു എൻ്റെ ഓർമ്മ. ബ്ലൂ മുണ്ടും എള്ളുണ്ട, അതാണ് മസ്റ്റ്. അറക്കൽ അബുവിലേക്ക് വരികയാണ്. അബു ഭീകരൻ, അതിഭീകരൻ. അബു എങ്ങനെ എത്തിയത്? അപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ചേ.
സ്ക്രിപ്റ്റ് കേൾക്കുന്നു, അതോ ഇല്ല പിന്നെ എങ്ങനെ അത്? ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അടിപൊളിയായിരിക്കും എന്നറിയാം. ഞാൻ മോളൊന്ന് സ്കൂളിൽ പഠിക്കുക. മോളെ ബസ് സ്റ്റോപ്പ് വിടാൻ വേണ്ടി ഞാൻ നടക്കുന്ന സമയത്ത് വിജയ് ജോഗ് ചെയ്ത് വരികയാണ്. അടുത്ത പടം ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു വടംവലി ടീം അവർക്ക് ഗിഫ്റ്റായിട്ട് പെണ്ണാടിനെ കിട്ടുന്നു. പക്ഷേ മാനേജറായ ഷാജി പാപ്പന് പെണ്ണുങ്ങളോട് ഭയങ്കര വിരോധമാണ്. അപ്പോൾ ഇതിനെ വളർത്തൂല്ല, അപ്പനെ ബിരിയാണി വയ്ക്കാം. അങ്ങനെ അവരുടെ ഒരു ട്രാവലാണ് ഇതിനെയും കൊണ്ട്, ആടിനെയും കൊണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് അതിൻ്റെ അകത്ത് ഏതെങ്കിലും വടംവലി ടീം എന്ന് പറയുമ്പോൾ ഒരു 7-8 പേര് കാണുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആദ്യം ഞാൻ സംസാരിക്കാം. നമ്മുടെ ഓം ശാന്തി ഓശാനയുടെ റൈറ്റർ മിഥുനാണ് ഇത് എഴുതി സംവിധാനം ചെയ്യാൻ. അപ്പോൾ എനിക്ക് മിഥുനെ പരിചയമില്ല, കണ്ടിട്ടില്ല. അന്ന് വൈകുന്നേരമാണോ പിറ്റേ ദിവസമാണോ വിജയനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ മിഥുനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ചു. മിഥുൻ, ഞാൻ ഫോൺ, മിഥുൻ്റെ ഭയങ്കര ബേസാണല്ലോ സൗണ്ട്. ഹലോ, ഞാൻ പറഞ്ഞ് മിഥുൻ ഞാൻ സൈജു ഗ്രൂപ്പാണ്, ഇങ്ങനെ വിജയബാബു പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആ ചേട്ടാ എന്തൊക്കെയുണ്ട്? ആ ചേട്ടാ ഒരു കാര്യം പറയാം, ഞാനും എൻ്റെ സുഹൃത്തുക്കളും വിചാരിച്ചിരുന്നത് ചേട്ടൻ ഔട്ടായി നടന്നതാണ്. പക്ഷേ ചേട്ടൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായി. പറഞ്ഞു താങ്ക് യു. കരയണോ ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയായിരുന്നു. ഒന്ന് താത്രം ചെയ്തു, ഒന്ന് പൊഴുത്തും ചെയ്തു. ഒരു ചേട്ടൻ നമ്മുടെ പടത്തിൽ മൊത്തം ഗ്രാമീണരാണ്, അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു അപ്പിയറൻസ് വൈസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു കുഴപ്പമില്ല മിഥുൻ, നിങ്ങളുടെ അടുത്ത പടങ്ങളിൽ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആ ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. ഒരാഴ്ച ആകുമ്പോൾ മിഥുൻ തന്നെ എന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഒരു കഥാപാത്രമുണ്ട്, ഒന്ന് ചേട്ടൻ കേട്ട് നോക്ക്. ഞങ്ങൾ കേട്ട് നോക്കാനൊന്നുമില്ല, ചെയ്യുന്നു എന്തായാലും ചെയ്യുന്നു. അല്ല ചേട്ടൻ എന്തായാലും വേറെ അത്. അപ്പോൾ ഞാൻ കോഴിക്കോട് ഷൂട്ടിലാണ്, എറണാകുളത്തോടും വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ പോയി കേട്ടു. സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. ഞാൻ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ആ സിനിമയിൽ ഒരുപക്ഷെ ഏറ്റവും കുറവ് ഡയലോഗ്സ് എനിക്കായിരിക്കും, പക്ഷെ ഉള്ളതൊക്കെ പഞ്ച് ഡയലോഗ്സാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെല്ലുന്നു. ഇതേപോലെ അറക്കലബു ആയിരിക്കും ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഇപ്പം നമുക്ക് റെഫറൻസ് ഉണ്ട്. റെഫറൻസ് ഉണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജിലെ ഷിബു വെള്ളാനിക്ക് പോലും എനിക്ക് റെഫറൻസ് ഉണ്ട്, പക്ഷേ ഇതിനില്ല. അപ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇനിയിപ്പം എന്താണ് നമ്മൾ മുങ്ങി ഇനി കുളിച്ച് ഇറങ്ങാന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഓട്ടോമാറ്റിക്കലി അത് അങ്ങ് സംഭവിച്ചു. അറക്കൽ അബു റെഫറൻസ് ആയി. അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത. ആ ചുരുട്ട്, പിന്നെ ആ ഡയലോഗ് പ്രസന്റേഷൻ അതിനകത്ത് കംപ്ലീറ്റ് മസിലാണെങ്കിലും ഒരു ഡയലോഗ് കൊന്നു കളഞ്ഞാലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനങ്ങൾ ആ മീറ്റർ പിടിച്ചാൽ പോകുന്നത്. അത് മിഥുൻ ഭയങ്കര ഗംഭീരമായിട്ട് അത് ഷൂട്ട് ചെയ്തു എന്നെ വെച്ച്. അതൊരു പക്ഷേ വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ അവർക്കത് ഗുണം ചെയ്തേനെ. BGM അതെല്ലാം കൂടെ നന്നായിട്ട് വന്നത്. ക്യാമറാമാൻ വിഷ്ണു ഉഗ്രനായിട്ട് ക്യാമറ ചെയ്തു. മിഥുൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു. ഷാൻ റഹ്മാൻ്റെ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമ, ജയസൂര്യയുടെ കോൺട്രിബ്യൂഷൻ അറക്കലബിന് വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ കരിയറിലൊരു വലിയ മൈൽ സ്റ്റോണായി മാറി. തീർച്ചയായിട്ടും. പക്ഷേ അത് പിന്നെയും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നല്ലോ. അതെ, ഫസ്റ്റ് അതെ വർക്കായില്ലായിരുന്നു. പിന്നെ ആ സിനിമയും എല്ലാ കഥാപാത്രങ്ങളും കൾട്ടായി മാറി. ഭരതനാട്യം റിലീസായ സമയത്ത് ഇതേപോലെ ഒരവസ്ഥയായിരുന്നു. നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിട്ട് തലയും കുത്തി വീണു. അതേപോലെയായിരുന്നു ആടിൻ്റെ അവസ്ഥ. ആടിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്കും വൻ അപ്രിസിയേഷൻ. തിയേറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായ അവസ്ഥ. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചിരുന്നത് പടം ഹിറ്റാണെന്നാണ്. ഫസ്റ്റ് ഡേ ഒക്കെ ഞാൻ വൈകുന്നേരം ഫ്രൈഡേ എന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, എളമക്കരയാന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വിജയടനെയും വിനയും ഉണ്ട്, മിഥുനും ഉണ്ട്. ഇവർ രണ്ടുപേരും മിണ്ടാണ്ട് മൗനത്തിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോഴേ മിഥുൻ സംഭവം പൊളിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലുകയാണ്. മിഥുൻ പറഞ്ഞില്ല ചേട്ടാ വർക്കായിട്ടില്ല. ഞാൻ വിനയ് ഇല്ല ബ്രോ അത് വർക്കായിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ ഞാൻ പത്മയിൽ കാണുമ്പോഴത്തേക്കും വൻ ആരവമായിരുന്നു ആൾക്കാർ. പക്ഷേ ആരവം കേട്ട ആ ആൾക്കാർ പിന്നെ പുറത്തിറങ്ങിയിട്ട് മോശം പറഞ്ഞത് എനിക്ക് പടം ഫ്ലോപ്പായി പോയി. പക്ഷേ OTTയിലും ടെലിവിഷൻ TV കിടന്നാണ് ഇത് ഓടി. ടൊറന്റ് അതിൽ കിടന്ന് കുറേ കറങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ തിരിച്ചു വരവ്. അപ്പം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ട് 1 എങ്ങനെയെങ്കിലും സക്സസ് ആയി, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുടക്കിയ കാശ് തിരിച്ചു കിട്ടി, ഈ പണി മതിയാക്കിയിട്ട് വേറെ വല്ല പണിക്കും പോകാം എന്നാണ് സാധാരണ ജനങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഭരതനാട്യമാണെങ്കിലും കയ്യിലെ കുടുംബവും കോഞ്ഞാട്ടും എല്ലാം പണയം വെച്ച് കടവൊക്കെ എടുത്ത് സിനിമ ചെയ്തു. സിനിമ പൊട്ടി. ദൈവമേന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് കറങ്ങിത്തിരിഞ്ഞ് OTT വഴിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാശിഞ്ഞ് വരുന്നു. അപ്പോൾ ആയിരിക്കും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഇത് രക്ഷപ്പെട്ട് ഇനി ഞാൻ ഇതിനില്ലേ എന്നേ പറയും. അങ്ങനെ ഇരിക്കുകയാണ് താങ്കൾ പിന്നെയും മോഹിനിയാട്ടത്തിലേക്ക് ചാടുന്നത്. അല്ല, അത് തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ് എൻ്റെ പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ നോക്കുവാണെങ്കിൽ കരിയറിൽ ഭയങ്കര അഭിപ്രായം വന്ന പടം ഭരതനാട്യമാണ്. അദ്ദേഹം മുമ്പ് 8 പടമോ അതോ 7 പടമാണോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഭരതനാട്യം എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ പടം അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ഇത്രയൊരു ബ്ലോക്ക് ബസ്റ്ററായ പടം മോഹിനിയാട്ടമാണ്. അപ്പം അദ്ദേഹം ഭരതനാട്യം ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ് നമുക്കിൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പം എവിടെയോ ഈ 7 പടം പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾക്ക്, ഞാൻ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ 7 പടം പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 50 പടം ചെയ്ത ഒരു ആക്ടറിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ 50 പടം ചെയ്ത ഒരു ആക്ടർക്ക് പ്രൊഡക്ഷനെ പറ്റി എന്നാലും ഒന്നും അറിയണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ 150ാമത്തെ പടമാണ് മോഹിനിയാട്ടം. തോമസ് ചേട്ടൻ്റെ അറിവിൻ്റെ ഒരു കാൽഭാഗം പോലും എനിക്ക് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ, അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ അടുത്ത പാർട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് എൻ്റെ കോൺഫിഡൻസ് അല്ലായിരുന്നു നമുക്ക് എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാന്നുള്ളത്. എൻ്റെ കോൺഫിഡൻസ് ആട് 1ൻ്റെ സെക്കൻഡ് പാർട്ട് ആട് 2 ചെയ്യാന്നുള്ളതായിരുന്നു. അവിടെ എനിക്ക് പ്രത്യേകിച്ച് കോൺഫിഡൻസിൻ്റെ പ്രശ്നം അഭിനയിച്ചാൽ മതിയല്ലോ. പൈസ ഇടുന്ന വേറൊരാൾ, സംവിധാനം എഴുതുന്ന വേറൊരാൾ. ഇവിടെ അതല്ലായിരുന്നു. ഹ്യൂമങ്കസ് ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ, കാരണം ഫിലിം മേഖലകളിൽ സ്ഥിരമായ ശത്രുക്കളും സ്ഥിരമായ മിത്രങ്ങളും ഇല്ലാത്തൊരു മേഖലയാണ് എന്നാണ് പൊതുവേ ഉള്ള സംസാരം. അപ്പം പൊതുവേ കൂടെ നിൽക്കുക, കൂടെ നിന്നുകൊണ്ട് തന്നെ കുഴിവെട്ടുക, കൂടെ നിന്നുകൊണ്ട് തന്നെ മുതുകത്ത് കുത്തുക, അങ്ങനെ ഒരുപാട് ബിട്രയൽസ്. ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി എന്നാണല്ലോ. താങ്കളിങ്ങനെ സഞ്ചരിച്ച് കയറുന്ന സമയത്ത് ചാൻസസ്, നാളെ വിളിക്കാമെന്ന് പറയുക, വിളിക്കാതിരിക്കുക, അഭിനയിക്കാൻ വരണമെന്ന് പറയുക, പിന്നെ വിളിച്ചെടുക്കാതിരിക്കുക, ഇതൊരു വല്ലാത്തൊരു ട്രോമയിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു 8 years ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്നൊരു ബ്രേക്ക്, ഗുരുത്വമുള്ളൊരു മനുഷ്യനാണ് സൈജു എന്നുള്ളതാണ് എനിക്ക് ചെറിയ സൗഹൃദത്തിലായാലും ചെറിയ ഇടവേളയ്ക്കുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് ഗുരുത്വമുള്ള, ചൈതന്യമുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം താങ്കളുമായിട്ട് സഹകരിച്ചിട്ടുള്ള മിക്ക വ്യക്തിത്വങ്ങളും താങ്കളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടാതെ ഇന്നും സൂക്ഷിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട്. അല്ല, നല്ല ചോദ്യമാണ്. അതിൻ്റെ ആൻസർ പ്രതികരണ ശേഷി എന്ന് പറഞ്ഞ സാധനം ഞാനങ്ങ് അമക്കി വെച്ചിരിക്കുകയാണ്. ഈ പ്രതികരിച്ചാലേ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു, ഞാൻ പ്രതികരിക്കാണ്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലവനാണെന്നല്ലേ തോന്നുള്ളൂ. ചില പാവം മിണ്ടാണ്ട് പോയി. ഇയാൾ പാവമായിരിക്കാം, പക്ഷെ പൊട്ടനല്ല. ഈ പാവങ്ങളെ പൊട്ടനായിട്ട് എടുക്കലിരിക്കില്ല. എൻ്റെ വൈഫിനോട് പറയാനുണ്ട്, സജു ബാക്ക് ബോൺ ഇല്ലേ സജുവിന്, പറയണ്ടേ അപ്പം തന്നെ എന്ന്. ഞാൻ പറയില്ല, എന്നുവെച്ചാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അതിനുവേണ്ടി കേട്ടോ, ഞാൻ എൻ്റെ സെൽഫിഷ് ഇതാണ്, എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളൊന്ന് പറയുന്നു, നമ്മൾ പിന്നെ ഈ എന്തിനാണ് BP ഒക്കെ കൂട്ടുന്നത്? അതുകൊണ്ട് എന്താണ് ഗുണം? എവിടെയാണ് കാരണം ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമായി ടീനേജർ ആയിരുന്നപ്പോഴും എനിക്കറിയാം. അന്നോട്ടേ ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, കാരണം ഞാൻ പ്രതികരിക്കില്ല. പ്രതികരിച്ചേ പോയി. ഞാൻ ലേറ്റായിട്ട് വരുന്നു, നാളെ എന്നോട് പറഞ്ഞു സമയമൊക്കെ ഒന്ന് പാലിക്കണ്ടേ. അപ്പം ഞാൻ പ്രതികരിക്കുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ വരും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നടത്തിയാൽ മതി, ഓക്കെ. ഇതെൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാനത് പറയാണ്ടിരിക്കുക എന്നുള്ളതല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്. മറ്റേ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അടുത്ത ഒരാഴ്ചയെങ്കിലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നിട്ട് എന്നെ പരിചയമുള്ളതോ അല്ലെങ്കിൽ എന്നെപ്പറ്റി എവിടെയെങ്കിലും ടോപ്പിക് വരുമ്പോഴോ നിങ്ങൾ അടിച്ചു കൊടുക്കും. നിങ്ങൾ പറയുന്നല്ല അത്ര നല്ലതൊന്നും അല്ല, ഈയിടെ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കും ഒന്ന് ആണോ, അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ശരിയാണല്ലോ, അന്ന് അവനത് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലല്ലേ. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പ്രശ്നക്കാരന്മാർ. അതിനേക്കാളും ബെറ്റർ നമ്മൾ സമാധാനപ്രിയനായിട്ട് മിണ്ടാണ്ടിരിക്കുക, പ്രതികരിക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആൾക്കാർ പറയും ഇവന് ബാക്ക് ബോൺ ഇല്ല അല്ലെങ്കിൽ നട്ടലില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരി, ഇല്ല, അത് സംഭവിച്ചു കൊടുക്കുക. നമുക്കെന്ത് കഷ്ടം. ഇത് കുട്ടിക്കാലം തൊട്ട് ഡെവലപ്പ് ചെയ്തൊരു ക്യാരക്ടറാണ്. ടീനേജ് സമയത്ത് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? ഇൻസിഡന്റ് അല്ല, എനിക്ക് വേണ്ട റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നല്. പഠിക്കാൻ മോശം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്രീം ലെവലല്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാളി ഫാമിലീസിലെ മിക്കവാറും മക്കൾ, ഇപ്പോൾ എൻ്റെ ചേച്ചി വരെ നല്ലപോലെ പഠിക്കാനും അത്ലറ്റിക്സിൽ തോൽവിയാണ്. നമ്മൾ അവരുടെ മുമ്പിൽ ഒരു തോൽവിയാണ്. അപ്പോൾ അങ്ങനെ വലിയ മൈൻഡൊന്നും ഇല്ല അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ നമ്മൾ കാണുമ്പോൾ. ഇത് പിടിച്ചു വാങ്ങിക്കാൻ പോലും തലവേദനയാണ്. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ സ്കൂളിലെ പാരൻസ് ഡേയുടെ സമയത്ത് പല മലയാളി പിള്ളേരും മറ്റേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ചിലർക്ക് എലിക്യൂഷന് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് കിട്ടും, ചിലർക്ക് ക്വിസ് കോമ്പറ്റീഷന് കിട്ടുന്നു, ചിലർക്ക് ജനറൽ പ്രൊഫഷൻസിക്ക് കിട്ടുന്നു, ചിലർക്ക് മോറൽ സയൻസിന് കിട്ടുന്നു, നമുക്കൊന്നിനുമില്ല. അപ്പോൾ ഏതോ അങ്കിള് അച്ഛനമ്മയുടെ ചോദിച്ചു, അല്ല കുറുപ്പിൻ്റെ മകന് ഇപ്രാവശ്യം ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇല്ലായിരുന്നു, പുള്ളി ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയി, അമ്മയ്ക്കും അച്ഛനും. നാച്ചുറലി ആവും. അതിൽ ചേച്ചി അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് ജനറൽ പ്രൊഫഷൻ. നമുക്ക് ആകെ ഒരു സ്റ്റീൽ പാത്രം കിട്ടിയിട്ടുള്ളൂ, നമുക്ക് അത് മാത്രമാണ് കിട്ടിയില്ല.
അപ്പോൾ അങ്ങനെ അച്ഛനും അപ്പോൾ ഞാൻ പാരൻസ് ഡേക്ക് പോകില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഒന്നുമില്ല ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, എന്തിനാ അവിടെ പോയി ബോറടിക്കണം എന്നുള്ള രീതിയിൽ അവൾ വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ അന്ന് അച്ഛനും വന്നിട്ട് അമ്മ ഭയങ്കരമായിട്ട് എന്നെ ചെയ്ത് പറഞ്ഞത്, അമ്മ കുറച്ച് നാടകീയമായിട്ടാണ് ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. എടാ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയതൊക്കെ ആക്കളൊക്കെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഈ ടീനേജറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ലൈനൊന്ന് മാറ്റി. അതായത് എന്തായാലും 100 മീറ്റേഴ്സിൽ എനിക്ക് സെക്കൻഡും തേർഡും ഫസ്റ്റും ഒന്നും വരാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്രിസിയേഷൻ ഒന്നും കിട്ടില്ല. അങ്കിളുമാരെ ആൻറ്റിമാരെയൊക്കെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേക്കും അവരോട് കുറച്ച് വളരെ ഗംഭീരമായിട്ട് പെരുമാറാൻ തുടങ്ങി. ഹലോ ആൻറ്റി, നമസ്കാരം ആൻറ്റി, ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് ബുക്സിൽ വന്നു. ബുക്സിൽ വന്ന് അവർ വീട്ടിൽ വരുവാണെങ്കിൽ അമ്മ വെള്ളം എടുക്കട്ടെ അല്ലെങ്കിൽ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും. എന്നാൽ ഉണ്ടാക്കേണ്ടത് അമ്മയാണ്, അത് വേറെ കാര്യം. അങ്ങളെ എങ്ങനെ ചായ ഉണ്ടിട്ട് പോയാൽ മതി. അമ്മ അരിപോലും ഇട്ട് കാണത്തില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് കുറച്ച് കൂടുതൽ കഷ്ടപ്പെടാൻ പറ്റി, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല. ചായയിൽ നിർത്തും. ചായയും വെള്ളം ചോദിക്കുന്നതിന് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അത് പിന്നെ പതുക്കെ എൻ്റെ രക്തത്തിലങ്ങ് അലിഞ്ഞു. അത് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി. എല്ലാവർക്കും ഈ പാരൻസ്, പിള്ളേർക്ക് എനിക്കറിയില്ല, ഈ നമ്മൾ സമപ്രായക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പാരൻസിന് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നും ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയച്ഛനും സൈജുവിൻ്റെ കൂടെയാണ് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അന്ന് നമ്മുടെ പുറത്ത് പോലെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോലൊക്കെയാണ്, ഒരു കുഴപ്പമില്ല. സൈജുവിൻ്റെ കൂടെയാണ് ഓക്കെ, എന്നെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. പക്ഷേ എന്ന് വെച്ച് ഞാൻ ഭയങ്കര നല്ലതൊന്നുമല്ലായിരുന്നു. മനസ്സിലായി. സൈജു കുറുപ്പ് ഇത്രയും സക്സസ് നേടിയെടുക്കുന്നു, സിനിമകൾ ഫിനിഷ് ചെയ്യുന്നു, ഒരു ആക്ടർ എന്ന രീതിയിൽ. ഇപ്പം സൈജു കുറുപ്പ് എന്ന് പറയുന്നൊരു പേഴ്സണൽ വ്യക്തിത്വം ഉണ്ടല്ലോ, ആരെയും ഷോ കേസ് ചെയ്യാതെ ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കുന്ന, നേരത്തെ ഈ പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി, ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ റിഫ്ലെക്സ് കറക്റ്റായിട്ട് നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്തില്ല, അങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്ന സ്വന്തമായി. കാരണം യു ആർ എ പേഴ്സൺ ഹൂ ഗിവ്സ് എ ലോട്ട് ഓഫ് വാല്യൂ ടു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ശ്രദ്ധിച്ചാൽ സൗഹൃദങ്ങൾക്ക് അതിൻ്റെ മൂല്യത കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. പിന്നെ രണ്ടാമത്തത് താങ്കൾ ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ഒബ്സർവേഷണൽ സ്കിൽ. അത് ബൈ ഡീഫോൾട്ട് താങ്കളിലുണ്ട്. അത് 360 ഡിഗ്രിയിലും അത് ഏരിയൽ വ്യൂവിൽ വരെ ഒബ്സർവേഷണൽ സ്കില്ല് ഭയങ്കരമാണ്, സറൗണ്ടിങ്സിലായാലും. എന്ന് ഇത് ഡെവലപ്പ് ചെയ്തതാണോ അതോ ഇൻബോൺ ആണോ? നമ്പർ 1 ഒബ്സർവേഷൻ. നമ്പർ 2 എന്ന് പറയുന്നത് ദർ ഇസ് ഐ, മീ ആൻഡ് മൈസെൽഫ് എന്നല്ലേ. സൈജു എന്നൊരു വ്യക്തിത്വം, അനിരുദ്ധ എന്നൊരു വ്യക്തിത്വത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചു. തോറ്റപ്പോഴും വീണപ്പോഴും മൊറൽ സപ്പോർട്ടായിട്ട് സ്വന്തം ആയിട്ട് തന്നെ ആയിരുന്നോ അതോ വേറെ ആരെങ്കിലും ലൈഫിൽ ശരിയാവൂടാ? ഭാര്യയായിരുന്നു ഏറ്റവും വലിയ മോറൽ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഒബ്സർവേഷണൽ സ്കിൽസ് മേ ബി എനിക്ക് ജനറ്റിക്കലി കിട്ടിയതായിരിക്കാം അമ്മയുടെ സൈഡിൽ നിന്ന്. അമ്മ നളനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കൊല്ലംകാരനാണല്ലോ, നിങ്ങളുടെ കൊല്ലം സ്ലാങ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇനി ഉണ്ടെങ്കിൽ അമ്മ അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് അമ്മ അത് റീപ്രൊഡ്യൂസ് ചെയ്യും ഞങ്ങളുടെ മുമ്പിൽ, മിമിക് ചെയ്യും. വോയിസ് അല്ല, ഭയങ്കര ഒബ്സർവേഷൻ സ്കിൽസാണ്. പക്ഷെ അമ്മയുടെ ആ സ്കിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ആലോചിച്ചു. പക്ഷേ യു ആർ വെരി മച്ച്. രണ്ടാമത്തെ സിറ്റിംഗ് ആണ് നമ്മൾ തമ്മിൽ. ഫസ്റ്റിൽ തന്നെ ഞാനത് നോട്ടീസ് ചെയ്തു. മാത്രമല്ല ബാക്കിയുള്ളവർ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് എവിടെ പിച്ച് ചെയ്യണം, ആ ക്യാരക്ടർ അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കും താങ്കളെ പരിചയപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദി നെക്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് എ ബ്യൂട്ടിഫുൾ. ഐ ട്രൈ ടു റിമെമ്പർ നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്. കെ എം മാണി പണ്ട് ചെയ്തതും ഉമ്മൻചാണ്ടി സാറൊക്കെ ചെയ്തിരുന്ന ഞാൻ ഐ ട്രൈ ടു റിമെമ്പർ. അത് ഭയങ്കര പ്ലസ് ആണ് എപ്പോഴും. ലീഡർഷിപ്പിൽ അത് ഭയങ്കര ആവശ്യമെന്നൊക്കെ പറയുന്നു. എനിക്കങ്ങനെ ഒരു ലീഡർഷിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഞാൻ ഫ്രീലാൻസ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ഞാനൊരു കമ്പനി ഗ്രൂപ്പിസമൊന്നുമില്ല. മാനേജറുണ്ടോ? മാനേജറുണ്ട്, ഡെഫിനറ്റ്ലി. ചേട്ടൻ പറഞ്ഞ എനിക്ക് മാനേജറില്ല, ഞാൻ തന്നെ എൻ്റെ ഫോൺ ആൻസർ ചെയ്തു. അല്ല, എൻ്റെ ഫിനാൻസ്, ഈ ബാങ്കിൻ്റെ കാര്യങ്ങളും CA ആയിട്ടുള്ള ഇതൊക്കെ മാനേജർ. അപ്പം അതിലും കൂടെ എന്താണ്, അല്ലെങ്കിൽ പിന്നെ എനിക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാളൊക്കെ ചെയ്താൽ അത്ര നല്ലതല്ലേ. ബേസിക്കലി ഒരു മടി ഉണ്ട്. സോ ഒബ്സർവേഷൻ ഉണ്ട് അത്യാവശ്യം. പക്ഷേ എനിക്കത് ഞാൻ ഏകദേശം അതേപോലെ എനിക്ക് എന്താണ് ആൾക്കാരെ മിമിക് ചെയ്യാൻ പറ്റില്ല. അത് എടുത്തിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യും. അപ്പോൾ അത് സൈജു കുറുപ്പിൻ്റെ സൈഡിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കുമെന്ന് എനിക്കൊരു തോന്നല്. മനസ്സിലായി. പക്ഷെ അതൊരു മുഴുനീള സിനിമയിലൊരു കഥാപാത്രത്തിന് അത് പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില സീൻസിലൊക്കെ അത് എന്താണ് വർക്കൗട്ട് ആവും, മൊത്തം ത്രൂ ഔട്ട് ചിലപ്പോൾ പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഐ ഒബ്സർവ് പീപ്പിൾ, അത് ശരിയാണ്. പിന്നെ പണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. ചില പലരും നമ്മളെ നോക്കുമ്പോൾ പിന്നെ നമ്മൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കാത്തൊരു ഇതായത് കാരണം. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ നോട്ടീസ്, നമ്മൾ നോക്കാത്ത ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യും, അവരുടെ ഒരു ഇതൊക്കെ മാനറിസവും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്ഷിപ്പ് അടിപൊളി ഫ്രണ്ട്ഷിപ്സ് ആണ്. നാഗ്പൂർ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പഠിച്ചു വളർന്ന ഒരു പേര് ഇവിടെ ഇല്ല. ആ ഒരു ഇതും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ കൂടെ പഠിച്ച ആരും ഇവിടെ ഇല്ല, കൂടെ പഠിച്ച ആരും ഇല്ല, എൻ്റെ ടീച്ചേഴ്സ് ഇല്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. താങ്കളൊരു നടനുണ്ട്
എന്ന് താങ്കളോട് പറഞ്ഞിട്ടുള്ള ഇല്ല? താങ്കൾ പല പ്രാവശ്യം നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ വീഴുമല്ലോ. അത് കണ്ടിന്യൂസ് മൂവിയൊക്കെ കിട്ടി കയറി പോകുന്നത് 8 ഇയേഴ്സ് താങ്കളൊരു ആക്ടറുണ്ട്, കീപ് ട്രൈങ് ഓൺ ദിസ്. വൈഫ് തന്നെയായിരുന്നു അത് പറഞ്ഞത്. എന്നിലൊരു ആക്ടർ ഉണ്ടെന്ന് വൈഫ് പറഞ്ഞിട്ടില്ല. എന്നിലുള്ളൊരു ആക്ടർ വളരെ മോശം ആക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇഫ് ദിസ് ഈസ് യുവർ പാഷൻ, യു വർക്ക് ഓൺ ഇറ്റ്, ഓട്ടോമാറ്റിക്കലി സക്സസ് വിൽ കം. ആ മോട്ടിവേഷൻ എനിക്ക് തന്നിട്ടുള്ളത്. അച്ഛനും അമ്മയും പിന്നെ ഭയങ്കര ബയസ്ഡ് ആയിരിക്കും അന്ന്. അവർക്ക് ഞാൻ വളരെ മോശമായിട്ട് അഭിനയിച്ച പടങ്ങൾ, കഥാപാത്രങ്ങൾ വരെ അവർ കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. അവർ ഞാൻ നല്ലപോലെ അഭിനയിച്ചതും കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. ഈ ടോട്ടൽ ഫാമിലി ആയിട്ട് ഫസ്റ്റിൽ സൈജുവിൻ്റെ സിനിമ തിയേറ്ററിൽ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് മയുഗത്തിന് ഞാൻ ഇവരുടെ ഇവിടെ തിയേറ്ററിൽ പോയില്ല. സെക്കൻഡ് പടം അമ്മയച്ഛനുമായിട്ടല്ല, എൻ്റെ ഇൻലോസുമായിട്ട്. എൻ്റെ വൈഫിൻ്റെ അമ്മ, അച്ഛൻ, അമ്മൂമ്മ ഉണ്ടായിരുന്നു, വൈഫിൻ്റെ അമ്മൂമ്മ. അപ്പോൾ അങ്ങനെ ലൈനിന് ഞാനിവിടെ സരിതയിലാണ് പോയത്. അതുമാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് എക്സൈറ്റ്മെന്റ് ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ആടായിരിക്കും എനിക്ക് തോന്നുന്നല്ലേ. ആടിൻ്റെ അച്ഛനായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അച്ഛനായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടതായിട്ട് അച്ഛൻ എൻ്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടെ അല്ലേ ഒരുമിച്ച് ഇരുന്നിട്ട് കാണാൻ ഒരു സൂപ്പർ എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. കാരണം മോഹൻ ക്രിക്കറ്റൊക്കെ കളിച്ച് ഇങ്ങനെ നടന്നു, എഞ്ചിനീയറിംഗ് പഠിച്ചു, മൈൻ എഞ്ചിനീയറിംഗ് ആയി. പിന്നെ ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. പെട്ടെന്ന് അവനെ ശ്രീകുമാർ വിളിക്കുന്നു, ഒരു ഓഡിഷന് പോകാൻ പറയുന്നു. പട്ടപ്പട അച്ഛന് പോലും എടുക്കാൻ പറ്റാത്തൊരു കോക്ടെയിൽ ഗ്രോത്ത് ആണ്. അപ്പം അതെല്ലാം കൂടെ ഒരു തിയേറ്റർ മൂവ്മെന്റിൽ എങ്ങനെ അറിയില്ല. അച്ഛൻ പക്ഷേ തീവണ്ടിയാണ് അച്ഛൻ ലാസ്റ്റിൽ എൻ്റെ സിനിമ ഉണ്ട്. അതിലും ഞാൻ അച്ഛൻ്റെ കൂടെ പോയില്ലായിരുന്നു. അച്ഛനും എൻ്റെ മോളും ഒക്കെ കൂടെ പോയത്. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത്രയും അഭിനയിച്ച റോളുകളിൽ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കഥാപാത്രം, അത് അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് പടത്തിലെ മയുഗത്തിലെ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഏത് ക്യാരക്ടറും ഉള്ളൂ. കോമഡിയോടാണോ കൂടുതൽ താല്പര്യം? കോമഡിയോട് എനിക്ക് അത്രയും താല്പര്യം ഇല്ല. എനിക്ക് അടിപൊളിയായിട്ടാണ് കോമഡി. ഭയങ്കര പാടാണ്. ഞാൻ ബേസിക്കലി എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മടിയൻ നല്ലപോലെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഈ കോമഡി ആകുമ്പോഴത്തേക്കും കുറച്ച് പണിയെടുക്കണം. അതിനേക്കാളും കുറച്ച് പണി കുറവ് മതി സീരിയസ് റോളിൽ. കരയിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റിയലി ഡിഫിക്കൽട്ട്. കരയിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ പറ്റും. അത് താങ്കൾക്ക് ചിരിപ്പിക്കാൻ, ഞാനിപ്പം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത 2 റോളുകളിൽ, ബാക്കിയെല്ലാം ഒരു മീറ്റർ റോളാണെന്ന് പറയാം. ഒന്ന് ഈ ചിരിപ്പിക്കുന്ന റോൾസ്, അത് പ്രത്യേകിച്ചും ഈ താങ്കളുടെ ഡയലോഗ് ഡെലിവറിക്ക് ഒരു വലിയ മാജിക് ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ പറയുന്നത് മാത്രം. നല്ല രസമാണ് ആ ഡയലോഗ് ഡെലിവറി. നിർത്തി സ്ഫുടതയോടെ അടിച്ച് അതങ്ങ് വിട്ടുകൊടുക്കും. അതവിടെ കേട്ട് രജിസ്റ്റർ ആവുകയും ചെയ്യും. ചുമ്മാ പോകത്തില്ല. താങ്കളുടെ സ്പേസ് എടുത്താണ് അടിക്കുന്നത്. അത് മാനറിസമായിട്ട് കിട്ടിയതാണോ അതോ താങ്കളുടെ ഒരു ശൈലി? എനിക്ക് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇനി മലയാളത്തിൽ പറയുന്നതല്ല. അത് ഒരു കുറച്ച് നാൾ മുമ്പ് ഞാനത് വിട്ടല്ലേ. ജയസൂര്യ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു അത് ചിന്തിക്കുന്നത് മലയാളമാക്കാൻ. ഞാൻ ശരിയാണ്, ജയൻ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ചു. ഞാൻ ഹിന്ദിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ ഡയലോഗ് മറന്നു പോകും. അതൊരു പക്ഷേ ഹിന്ദിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മറക്കില്ല. അപ്പോൾ ഹിന്ദിയിൽ എനിക്ക് 2-3 പടത്തിൽ എനിക്ക് മലയാളത്തിൽ തന്നെ 2-3 പടത്തിൽ എനിക്ക് ഹിന്ദി പറയാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ത്രൂ ഔട്ട് ഒരു ഹിന്ദി പറയാൻ ചാൻസ് കിട്ടുന്നൊരു പടമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഏത് ലാംഗ്വേജാണ് ഇപ്പോൾ എൻ്റെ സ്ട്രോങ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അന്നൊക്കെ ഹിന്ദി ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹിന്ദി പടത്തിലായിരുന്നു അഭിനയിക്കുന്നതിന് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. മനസ്സിലായി. ഒരു പഞ്ചാബി ടൈപ്പ് ഓഫ് പടമൊക്കെ എനിക്കായിട്ട് ഹിന്ദി പറയുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പം ഞാനിവിടെ ബാബ കല്യാണി, ഹോട്ടൽ കാലിഫോർണിയ, ആർക്കറിയാം, ഇതിനകത്ത് 3-ൻ്റെ ഞാൻ ഹിന്ദി സംസാരിക്കുന്ന കഥാപാത്രമാണ് ചെയ്തത്. നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. നമ്മുടെ ക്ലോസിംഗ് ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ ആൻഡ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സൈജു കുറുപ്പ്. Welcome back. You are in conversation with Saiju Kurupu and this is Rapid Fire from Shine with Nalan. Favorite actor of all time? മോഹൻലാൽ. One actor who inspires you? ഷാറുഖ് ഖാൻ. A favorite comedy actor? ജഗദീഷ് ശ്രീകുമാർ. One role closest to your personality? ഡോക്ടർ റോയ് ഫ്രം ആൻ മറിയ കലിപ്പിലാണ്. A role you regret rejecting? അങ്ങനെ ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല. എല്ലാം തോട്ടായിട്ട് പിടിക്കും. എല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ റിജക്ട് ചെയ്തത് അങ്ങനെ വർക്കായിട്ടുമില്ല. Okay, done. Most emotional fan moment? The first time when I met Sri Mohanlal. One film you wish you acted in? Due to date problems I couldn't do മൂവീസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം പറയാനാണെങ്കിൽ LJP's സിറ്റി ഓഫ് ഗോഡ്.
അതിനകത്ത് രാജു പിള്ള ചെയ്ത ക്യാരക്ടർ. Most difficult role emotionally. ഓക്കെ, മോസ്റ്റ് ഡിഫിക്കൽട്ട് റോൾ വാസ് ആൻഡ്രോഡ് കുഞ്ഞപ്പൻസ് പ്രസന്നൻ. But you fabulously did it actually. One word reactions ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, മമ്മൂട്ടി, ദ ആക്ടർ ഹൂ ക്യാൻ റിപ്രസെൻറ്റ് കേരള. മോഹൻലാൽ, വെർസറ്റൈൽ. ഫഹദ് ഫാസർ, ഹിസ് ജേർണി സ്റ്റാർട്ടിംഗ് ഫ്രോം ഹിസ് ഫസ്റ്റ് മൂവി. പൃഥ്വിരാജ്, സ്റ്റൈൽ ഐക്കൺ. ബൈസൽ ജോസഫ്, ഓൾറൗണ്ടർ. ബിജു മേനോൻ. ചാർമിംഗ് വോയിസ്. Thank you so much. That was a wonderful session, and we are going for the continuation of our conversation. Cinema celebrates stars, but it's very hard to connect with beyondness. കാരണം ഒരു ഹ്യൂമൻ ബീങ് കണക്ഷൻ, ഇപ്പോൾ നമുക്ക് സ്റ്റാർസ് അല്ലെങ്കിൽ കൂടെയും നമുക്കൊരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാവും, ഒരു ഹ്യൂമൻ ബീങ് കണക്ഷൻ. And I think that people connect deeply with Saiju Group. And do you have any idea like how did you achieve it? Or beyond the actor, for example, how intense you are in getting connected with your audience or your film industry, or it's just a cinema? Because നമ്മളൊരു ഓഡിയൻസുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടല്ലോ, ആസ് ആൻ ആക്ടർ അല്ലല്ലോ. വെരി റിലേറ്റബിൾ ഹ്യൂമൻ ബീങ്. കാരണം താങ്കൾ ഓരോ ക്യാരക്ടറും നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ബാബു ചേട്ടനായിരിക്കാം, ഇപ്പുറത്തെ വീട്ടിലെ ഷൈജു ചേട്ടനായിരിക്കാം, ഒരു അനിയനായിരിക്കാം, അങ്ങനെ ഒരു വെൽ കണക്റ്റഡ്. കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. വലിയ സീക്രട്സ് ഒന്നുമല്ല, പക്ഷേ സീക്രട്സൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കും. പക്ഷേ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, ബിക്കോസ് ആൾക്കാർക്ക് കൂടുതലും എന്നെ ഇപ്പോൾ സിനിമയിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂസോ ഇൻട്രാക്ഷൻസിലാണല്ലോ അവർ അറിയുന്നത്. എന്നോട് ഞാൻ ഒരു ഹോട്ടലിൽ ഫാമിലിയായിട്ട് പോയ സമയത്ത് ഒരാൾ അപ്പുറത്തെ ചെയറിൽ നിന്ന് കുറേ നേരമായിട്ട് എന്നെ സ്റ്റെയർ ചെയ്യുന്നുണ്ട്. സോ ഐ വാസ് ഹാവിങ് ഡിന്നർ ആൻഡ് ഐ വാസ് ഫീലിംഗ് വെരി അൺകംഫർട്ടബിൾ. ചില നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്റ്റെയർ ചെയ്യുമ്പോൾ നമുക്കൊരു കംഫർട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുമല്ലോ. സോ ഐ ടോൾഡ് മൈ വൈഫ് ദിസ്, ആൻഡ് ദെൻ വൈഫ് സെഡ് ദാറ്റ് ഓക്കെ യു എക്സ്ചേഞ്ച് സീറ്റ് വിത്ത് ആഫ്താബ്, എൻ്റെ മകനുമായിട്ട്. അങ്ങനെ ആഫ്താബിനെ അങ്ങോട്ട് ഫേസ് ചെയ്തതിൻ്റെ ഇതിലെടുത്ത് ഞാൻ അപ്പുറത്ത് പോയിരുന്നു. അതിനുശേഷം ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. സോ ഇദ്ദേഹത്തിന് മുമ്പിൽ കൂടെയാണ് ഞാൻ പാസ് ചെയ്യേണ്ടത്. ഹി ജസ്റ്റ് സ്റ്റൂഡ് അപ്പ് ആൻഡ് സെഡ് ഹലോ. സോ ഐ ഓൾസോ സെഡ് ഹലോ. ഞാൻ പറഞ്ഞു ഞാനൊന്ന്. So I thought that he wants to click a selfie with me. I said that I will just wash my hands and come. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ മൂവീസ്, ബിക്കോസ് ഓഫ് യുവർ ഇൻ്റർവ്യൂസ്. അപ്പം ഞാൻ പറഞ്ഞു റിയലി? പറഞ്ഞു യാ, ബിക്കോസ് ഒരു ഭയങ്കര വാംത്ത് ഫീൽ ചെയ്യും ആൻഡ് ഓപ്പൺലി കുറേ കാര്യങ്ങൾ സംസാരിക്കും, ഫ്രാങ്കായിട്ട്, ഫ്രം യുവർ ഹാർട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നു അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു. അതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് പറയുന്നു. അത് കുറേ പേർക്ക്, ആൻഡ് ഹി വാസ് എ യങ് ഗായ്, മേ ബി ഇൻ ഹിസ് mid-30s. സോ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര മോട്ടിവേഷനാണെന്നൊക്കെ പറഞ്ഞു. സോ ഐ ഫെൽ ഗ്രേറ്റ് അബൌട്ട് ദാറ്റ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് പല യങ്സ്റ്റേഴ്സ് എന്നോട് വന്നിട്ട് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഇവരൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരോട് ഇൻട്രാക്ട് ചെയ്യാറുമുണ്ട്. അങ്ങനെ മെജോറിറ്റി ആൾക്കാർ നമുക്ക് ഭയങ്കര നമുക്ക് ഇങ്ങോട്ട് വാംത്ത് തരുന്ന ആൾക്കാരാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഭയങ്കര പോസിറ്റീവ് വൈബ്സ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ വൈഫ് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ എപ്പോൾ ആരെ മീറ്റ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു ലൈറ്റ് അവരിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വിചാരിക്കുക. അങ്ങനത്തെ ഒരു റീല് കണ്ടു. അപ്പോൾ ആ സമയം തൊട്ട് ഞാനിത് നമ്മളെപ്പോഴും ഓർക്കില്ല, പക്ഷേ വെനെവർ ഐ മീറ്റ് സം വൺ ഞാൻ പെട്ടെന്ന് ഇത് ഓർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ലൈറ്റ് പാസ് ചെയ്യുന്നവരായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര നല്ലൊരു സ്മൈലോട് കൂടിയാണ് ഇവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് നമ്മളോട് ഫീൽ ചെയ്യും. സോ സ്പ്രെഡ് പോസിറ്റീവ് വൈബ്സ്. സൈജു, പലരും ഇൻഡസ്ട്രിയിൽ വരുന്നത് കഷ്ടപ്പാടും പെട്രോളിന് കാശില്ലാതെയും ടിക്കറ്റ് എടുക്കാൻ ഫണ്ടില്ലാണ്ടും കഷ്ടപ്പാടിലും എല്ലാമാണ്. സൈജുവിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. സൈജു ഒരു വെൽ സെറ്റിൽഡ് പേഴ്സണായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും സ്റ്റാർസ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അവരൊരു ഐക്കോണിക് പേഴ്സൺ ആയതിനു ശേഷം ഇവർക്ക് കഷ്ടപ്പാടുണ്ട്. ആരെങ്കിലും തിരിഞ്ഞു നോക്കണേ എന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ട്. പലരും മാസ്ക് ഇട്ടും പല ആൾക്കാരും സെൽഫി എടുക്കാൻ വരുമ്പം അവരെ ഡിസ്കറേജ് ചെയ്തും അവോയ്ഡ് ചെയ്തും ഒക്കെ പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ബട്ട് ദെൻ അഗെയിൻ അതിപ്പോൾ കൂടുതലാണ്. പ്രത്യേകിച്ചും കേരള ഇൻഡസ്ട്രിയിൽ കാണുന്നത് കുറച്ച് നടന്മാരായി കഴിഞ്ഞാൽ, കുറച്ച് ഐക്കോണിക് സ്റ്റാർസൊക്കെ കഴിഞ്ഞാൽ, ഒരു പടം കാണാൻ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ സരോജ് കുമാറുകളെയാണ്. പക്ഷേ തമിഴിൽ നിന്നും വരുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൂര്യ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഷോട്ടുകൾ ഫ്രെയിം ബൈ ഫ്രെയിം കാണുമ്പം നിന്ന് ആൾക്കാരെ പിടിച്ച് നിർത്തി, ചേർത്ത് നിർത്തി, അവരുടെ ആ ഫാൻ ബേസിനെ അവർ വളരെ ഡീപ്പായിട്ട് ബിൽഡ് ചെയ്ത് എടുക്കുന്നു.
ഇവിടെ പറയുന്നത് പറഞ്ഞാൽ എൻ്റെ സിനിമ കൊള്ളാമെങ്കിൽ കണ്ടാൽ മതി, അവരെന്നെ കാണണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പം ചില ആൾക്കാർ മിമിക് വേൾഡിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്, ചില ആൾക്കാർ നാടക ട്രൂപ്പിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും അറ്റൻഷൻ സീക്കേഴ്സ് തന്നെ ആയിരുന്നു. ഒരു കാലത്ത് ഇവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടണേ എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ധോണിയുടെ സിനിമയ്ക്കകത്ത് ധോണിയുടെ ക്യാമറ കൊടുത്തിട്ട് ടെണ്ടുൽക്കറിൻ്റെ പിക്ചർ എടുക്കുകയും ധോണി എടുത്തു കൊടുക്കുകയും പിന്നെ അങ്ങനെ ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ, നമ്മളുടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇത്രയും ആവേശം മൂത്ത് സിനിമ കാണുക, പടമിറക്കുന്ന സമയത്ത് ഫ്ലെക്സ് അടിക്കുക, ഫാൻ യൂണിറ്റുകൾ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് പിരിച്ചു വിടണം നമ്മളെ തല അജിത്തേന്നാണ്. അതല്ലാത്ത പക്ഷം ഈ ഫാനുകൾ അവരുടെ ടിക്കറ്റ് എടുത്ത് അവർ കമ്മിറ്റി രൂപീകരിച്ച് അവർ പൈസ ഉണ്ടാക്കി അവർ വന്ന് തലേന്ന് വിളിക്കുന്നു, ഇല്ലെങ്കിൽ അണ്ണെന്ന് വിളിക്കുന്നു, സിനിമകൾ ഹിറ്റാക്കുന്നു. അവരുടെ ഒരുപാട് ടൈം അവരതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യണ്ടേ ഒന്ന്, ഇല്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. പലരെയും ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ പിടിച്ചു മാറ്റുന്നു, ഈ ബൗൺസേഴ്സ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ്റെ ഒരു സ്വപ്നമായിരിക്കാം ആ ഒരു പിക്ചർ. അങ്ങനെ ഈ ഇൻഡസ്ട്രിയെ പറ്റി ഒന്ന് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു എക്സാമ്പിൾ സൂര്യ ഇവിടെ വന്നപ്പം അതെ അവിടെ എങ്ങനെയാണെന്നുള്ളത് ഏത് ഷോയിലും ഇപ്പോൾ വിക്രം തന്നെ ആണെങ്കിലും ബൗൺസർ പിടിച്ചു വലിച്ചോണ്ട് അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതും ഒരു ആക്ടിങ് ആയിരിക്കാം, ഇല്ലയെന്നൊന്നും പറയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു പബ്ലിക് ഫിഗറായി കഴിയുമ്പോൾ പിന്നെ പബ്ലിക്കാണ് നമ്മളുടെ കമ്മോഡിറ്റി. നമ്മളെ കമ്മോഡിറ്റി ആയിട്ട് കാണുന്നതും പബ്ലിക്കാണ്. നമ്മൾ അവരുടെ ഒരു കമ്മോഡിറ്റി പ്രോഡക്റ്റാണ്. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഫണ്ട് വരുന്നത്. പിന്നെ ഒരു അവഗണന. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ആരെ കണ്ടാലും ഒരു ലൈറ്റ് പാസ് ചെയ്യുക, ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുക, ഒരു മിനിറ്റെങ്കിലും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. ചില എംബാരസിങ് മൂവ്മെൻറ്റ് ഉണ്ടാവാം, അത് നമ്മളൊരു മീ ടൈം, ഞാൻ എപ്പോഴും അല്ല പറയുന്നത്. പക്ഷേ ഇവിടെ പലരും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പോലും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു നേച്ചർ, അതും ഈ അപ്കമിങ് റീസെൻ്റ്ലി ഉള്ള പേഴ്സണാലിറ്റീസിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ഫാൻസിന് എങ്ങനായിരിക്കും താങ്കൾ? ഈ ഫാൻസ് ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം ഷാറുഖ് ഖാൻ പറയുന്നത് അങ്ങനെയാണ്. അതാണ് ആൾക്കാർ എന്നെ കാണുമ്പോഴത്തേക്കും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ്. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ ആളാണെങ്കിൽ അത് ചെയ്യില്ലല്ലോ. പേഴ്സണലി എനിക്ക് ഫോട്ടോ എടുക്കൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ഐ എം ഇൻ ദ റോങ് പ്രൊഫഷൻ അങ്ങനെ നോക്കുവാണെങ്കിൽ. ഇവിടെ ഫോട്ടോ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. ഇപ്പം സെൽഫി മാത്രമല്ല, നമ്മൾ സിനിമയിൽ ഫോട്ടോ എടുക്കണം, അല്ലെ? ഫോട്ടോ സെഷൻസ് കാണും. ഇപ്പം ഒരു മാഗസീന് വേണ്ടിയോ അല്ലെങ്കിൽ ഓൺലൈൻ മാഗസീന് വേണ്ടിയോ ഒക്കെ നമുക്ക് ഫോട്ടോസാണല്ലോ. ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇടണം, എന്നാലേ ഫോളോവേഴ്സ് കൂടുകയുള്ളൂ, അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും. സോ എനിക്ക് ഐ എം വെരി ബാഡ് അറ്റ് ഇറ്റ്. എനിക്ക് സെൽഫീസ് എടുക്കുന്നതായാലും എനിക്ക് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്കും നല്ലൊരു ബാക്ക് ഡ്രോപ്പൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ വൈഫിന് ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹം. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം ചിലവാക്കുമ്പോൾ ഞാൻ ഇംപേഷ്യൻ്റ് ആവും. എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ ഫോട്ടോസൊക്കെ പിന്നെ 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും നന്നായി ഒന്ന് ഫോട്ടോ എടുത്തത് അത് ഫീലും ചെയ്യാറുണ്ട്. പക്ഷേ അറ്റ് ദാറ്റ് പ്രസൻറ്റ് ടൈം എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഈ താല്പര്യം ഇല്ലാണ്ടും നമ്മളിത് എടുക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച്. ആ സമയത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനത്തെ സമയത്ത് സെൽഫി എടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഞാൻ നിന്ന് കൊടുക്കും. പക്ഷെ എൻ്റെ മുഖത്ത് ചിരി കാണില്ല. അപ്പോൾ ചിലവർ പറയും ഒന്ന് ചിരിക്കുന്നേ, ഇങ്ങനെയൊക്കെ പറയും. നമ്മളെന്താ പറയുക? നമ്മൾ എന്ത് ടെൻഷനിലൂടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അവരുടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേ ആർട്ടിഫിഷ്യൽ ചിരി ഉണ്ടാക്കി നമ്മൾ ചെയ്യണം. ബാക്കിയുള്ളവരെ അറിയില്ല. പക്ഷേ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നത് ആരാധകർ അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അവരെ നമ്മൾ ഡെഫിനറ്റ്ലി അക്നോളജ് ചെയ്യണം. അതിനൊരു പരിണാമം ഉണ്ടാവട്ടെ. എനിക്ക് ഫാൻസ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവുക, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഫാൻസ് ഉണ്ടാവുക, അവരാണ് നിങ്ങളുടെ വിങ്സ് ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഒരു നഗ്ന സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാനും പല ക്യാരക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ പല ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫാൻസാണ്. അപ്പോൾ അവരെ കാണുമ്പം അവരെന്ത് ഗോ ത്രൂ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരെ കാണുന്ന ഒരു ഗോൾഡൻ മൊമെൻറ്റ്, ഇപ്പം ഞാനിപ്പം മഞ്ജു ചേച്ചിയെ കാണുകയാണ്, എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു. മഞ്ജു ചേച്ചിയെ കാണുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആവുകയാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നു. അപ്പം ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുക, ചേച്ചിക്ക് നമ്മളെ പരിചയമില്ല, പക്ഷെ നമുക്ക് ചേച്ചി കഴിഞ്ഞ 25-30 വർഷമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഷീ ഹാൻഡിൽസ് ഇറ്റ് വെരി വെരി എലഗൻറ്റ്ലി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, താങ്കളിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റെഫറൻസ് എന്ന് പറഞ്ഞാൽ മുയലുകൾ ചാടിപ്പോയി, പക്ഷെ ഒരാമ എഴയുന്നത് പോലെ കൺസിസ്റ്റൻ്റായിട്ടും ഫോക്കസായിട്ടും ഓരോ മൂലകളിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന സമയമൊക്കെ വരുമ്പോഴും അതവിടെ ഒന്നും ചെയ്യാണ്ട് യു കീപ്പ് ഓൺ മൂവിങ്. റെസ്റ്റ് കുറച്ച് കൂടി പോയെന്നുള്ളതാണ്.
കുറച്ച് അധിക സമയം. എനിവേസ് സ്റ്റിൽ ദെൻ അഗെയിൻ ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്ന സൈജു കുറുപ്പ് ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ് ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഒന്ന് രാജേഷ്, നമ്മുടെ സോൾട്ട് മാംഗോ ട്രീ തൃശ്ശൂർ പൂരമൊക്കെ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഡോക്ടർ അമ്പാടി എഴുതുന്നു. പിന്നെ സാഗർ എന്ന് പറഞ്ഞ ആസാദി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്റർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ കൺഫേമായിട്ട് ചെയ്യുന്നത്. ഒരു ആക്ഷൻ സ്റ്റൈലിലൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിലൂടെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിജു മേനോനൊക്കെ മറ്റേ നമ്മുടെ രാംജി റാവുടെ ഒരു പാട്ടിനകത്തൊക്കെ വന്ന ഒരു സ്റ്റൈലിഷ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ഒരു നോർത്ത് ലുക്കിൽ ഒരു സ്റ്റൈൽ ആൻഡ് ക്യാരക്ടർ ഭയങ്കര റെക്കഗ്നൈസ്. സുനിൽ ഷെട്ടിയൊക്കെ സംവിധായകർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഹിന്ദി സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു അല്ല ഒരു സെമി ഹിന്ദി ടച്ച് ഉണ്ടാവണം. ഒരു ബോംബെ റിട്ടേൺ സ്റ്റൈലിൽ ഈ ഒരു വോയിസിന് ഒരു ബേസൊക്കെ പിടിച്ച് ആറ്റിറ്റ്യൂഡ് കണ്ണൊക്കെ ഒന്നുകൂടെ വലുതാക്കി, എന്നാൽ ഒരു 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 ചെറിയ തമാശകളിലൂടെ ഒരു വില്ലനിസം കൊടുക്കാൻ പറ്റിയൊരു രജിസ്റ്റേർഡ് ഫേസ് ഉണ്ട്. അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെൻ ദ ലൈറ്റ് ഗോസ് ഓഫ് ആക്ച്വലി ആൻഡ് വെൻ യു ആർ അവേ ഫ്രം സിനിമ, ബിക്കോസ് ദ സിനിമ ഈസ് മൂവിങ് ഓൺ, ദ നെക്സ്റ്റ് ജനറേഷൻ സിനിമ ഈസ് കമ്മിങ് അപ്പ്. വാട്ട് വിൽ ബി ദ ലെഗസി that Saiju Group would love to say that you like to leave behind, that people will look up to you and the work so they can take up and walk as a light, showing them the next way? അല്ല, എന്നിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെന്ന് വെച്ചാൽ ആസ്പയറിംഗ് ആക്ടേഴ്സ്, അല്ലെങ്കിൽ ഞാനൊരു ആസ്പയറിംഗ് ആക്ടറാണ്, ഞാനും പഠിച്ചോളാം. ഓക്കെ, പഠിച്ചോളൂ. നമ്മൾ ജോലിക്ക് വേണ്ടി ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ ഹെൽപ്പില്ലാണ്ട് നമുക്ക് നടക്കില്ല. യു മേ ബി എ CEO ഓഫ് കമ്പനി ബട്ട് യു വോണ്ട് സപ്പോർട്ട് ടു റീച്ച് ദെയർ. വെരി മച്ച് അല്ലേ? അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് അവരോട് നമ്മൾ ഹെൽപ്പ് ചോദിച്ചേ പറ്റുള്ളൂ. ആ ഹെൽപ്പ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ഫിലിം മേക്കേഴ്സിനോടും റൈറ്റേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇതായിട്ട് പറഞ്ഞാൽ ചാൻസ് ചോദിക്കുക. ഒരു ബിബ്ലിക്കൽ നോട്ടിൽ പറഞ്ഞാൽ കീപ് നോക്കിംഗ്, കീപ് നോക്കിംഗ്, ദ ഡോർസ് വിൽ ഓപ്പൺ. അല്ലേ? പിന്നെ ഈ ഒബ്സർവേഷണൽ സ്കില്ലിൽ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരും. 22 വർഷമായിടാ ബെൻസേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഒരുപാട് പേർക്ക് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ തുടരവില്ല, അത് താങ്കളുടെ ഈ ബേസിൽ ഒരു ഡയലോഗ് എനിക്ക് കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. 22 വർഷമായിടാ ബെൻസേ, ഒരുപാട് പേരെ കൊന്നും കൊടുത്തുമൊക്കെയാടാ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അത്രയും പറയാം. പിന്നെ ഈ സാധനമുണ്ട് അതിനകത്ത് എന്തോ പേരും പ്രകാശനോട് പേരെന്താണത്? ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ജോർജ് സാർ ഇവിടെ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ സാധനമുണ്ട്. ഈ ഒരു വില്ലന് സോനി ഒന്ന് കാണണം. അപ്പോൾ ഇത് ലാസ്റ്റിലത്തെ പറയാം, അത് കുറച്ച് ഈസി. കണ്ണ് വേണം. കണ്ണാണ് അതിന്റെ. ജോർജ് സാർ ഇവിടെ ഉണ്ട്, ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, ആദ്യം എന്തായിരുന്നു? 22 വർഷമായിടാ ബെൻസേ. അല്ല, അത് വേണ്ട. ലാസ്റ്റിലത്തെ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോർജ് സാർ നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ചിരിയാണ്. പിന്നെ ഇങ്ങനെ ഒരു കളി, ജോർജ് സാർ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് പോകൂ എന്നാണ് ആ സാധനം. ആ ഒരു വില്ലനിസം കാണാനായിട്ട് ഇദ്ദേഹത്തിന് വില്ലനിസം കൂടിയുണ്ട്. ബോബന് കിട്ടണം. ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞാൽ ഇനി ഒരു ക്ലാസിക് കിടിലം ക്രൂരനായ വില്ലനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആക്ച്വലി ജോർജ് സാറിനെ അത്ര ഒബ്സർവ് ചെയ്തിട്ടില്ല. ക്യാരക്ടർ വാസ് വെരി നൈസ്. ഹി ഡിഡ് ഇറ്റ് റിയലി വെൽ. ഓക്കെ, ഞാൻ ചെയ്തോളാം, നിങ്ങൾ അപ്പൊ ആക്ഷൻ ആക്ഷൻ. ജോർജ് സാർ ഇവിടെ നിന്നിട്ടുണ്ട്, ജോർജ് സാർ ഇവിടെ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? ഇല്ല, ഒരു വില്ലൻ സ്റ്റൈലിൽ ഡയലോഗ് ഇഷ്ടമാണ്. രഘുവരനോ ആരോ എനിക്ക് വില്ലനെ കാണണം. എനിക്ക് ഓർമ്മയില്ല. ഒരു വില്ലനെ പിടിച്ചേ. മൊഗാംബോ ഖുശുവാ. കൊള്ളാം, മതി. മൊഗാംബോ അങ്ങനല്ലേ? അല്ല, ഉണ്ട്, ബേസുണ്ട്, ബേസൊക്കെ ഉണ്ട്. ആട് ഭീകരൻ്റെ ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ പറയാം, ഷോട്ട് റെഡി, ആക്ഷൻ.
നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടൻ. പക്ഷെ ഇതിലും കിടിലായിരുന്നു ആ സീൻ. താങ്ക് യു സോ മച്ച്. ബാക്കി കോൺവെർസേഷൻ അടുത്ത പ്രാവശ്യം. താങ്ക് യു സൈജു. ദാറ്റ് വാസ് എ ഫാബുലസ് കോൺവെർസേഷൻ ആൻഡ് എ ഫാന്റാസ്റ്റിക് ജേർണി. എന്തെങ്കിലും ഇനി പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഇല്ലില്ല, താങ്ക് അവർ യു. ഇത്രയും തന്നെ കണ്ട ഭാഗ്യം. No, nice. Thank you. Yeah, thank you so much. That was a fabulous conversation. Thank you, Saiju. Thank you so much. Thank you. And I hope you also enjoyed. Yeah, sure. അല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല, ഹാപ്പി അല്ലേ? സ്റ്റേ ഹാപ്പി, ബി ഹാപ്പി. നമ്മളെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. Cinema celebrates stars, but audiences remember honesty. And I think that is why people connect deeply with Saiju Kurupu. Because beyond the actor, there is a very relatable human being. You never tried too hard to become a star. And maybe that is why people love you. When the lights go off and cinema moves forward to the next generation, what kind of legacy does Saiju Kurupu want to leave behind? Stay with us. Today was not just about cinema. It was about life, patience, reinvention, and staying true to yourself. Thank you, Saiju, for your honesty and beautiful energy. And thank you, everyone, for watching Shine with Nalan. This is Nalan Shine signing off with stories that matter. Thank you. Bye-bye. See you.